ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് കേരളം ഒരു ചരിത്ര ദൗത്യത്തിലെ അതിൻ്റെ ആ പ്രയാണത്തിലേക്കാണ്, ഒരു ചരിത്ര ബർത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ട്രയൽ റൺ അത് നാളെയാണ്. പക്ഷേ സ്വപ്ന കപ്പൽ, ചരിത്രത്തിലേക്ക് എത്തുന്ന കപ്പൽ സാൻ ഫെർണാണ്ടോ പുറംകടലിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ആ വിഴിഞ്ഞം എന്ന പദ്ധതി അത് യാഥാർത്ഥ്യമാകുന്നതിൻ്റെ സന്തോഷത്തിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതിൻ്റെ വാർത്തകളിലേക്ക്, വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ വിശദമായി എത്തുക. ഇനി ഒപ്പം തന്നെ യൂറോ കപ്പിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന വിവരം അതാണ്. രാത്രി നടന്ന മത്സരത്തിൽ നെതർലൻഡ്സിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഒലയ വാറ്റ്കിൻസ് ആ ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോളിലാണ് ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റം എന്നുള്ളത്. അങ്ങനെ മറ്റൊരു ഇംഗ്ലണ്ട് യൂറോ കപ്പ് ഫൈനൽ കൂടി വേദിയാവുകയാണ്. സ്പെയിൻ വേഴ്സസ് ഇംഗ്ലണ്ട്. അതാണ് കഴിഞ്ഞ തവണ ഹോം കമ്മിങ് എന്നുള്ള വലിയ മുദ്രാവാക്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ സൗത്ത് ഗേറ്റിന് അത് കഴിയുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എന്താണ്, നമുക്ക് ആദ്യം തന്നെ നമുക്ക് വിശദമായി നമുക്ക് നോക്കാം. വിഴിഞ്ഞത്തേക്ക്, സ്വപ്ന തീരത്തേക്ക് ആ കപ്പൽ അടുത്തു. വിഴിഞ്ഞം സ്വപ്ന തീരത്തേക്കുള്ള ആദ്യ മദർഷിപ്പ് അത് പുറംകടലിലെത്തി. വിഴിഞ്ഞത്ത് നിന്ന് 25 നോട്ടിക്കൽ മൈൽ അകലെയാണ് ആ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ ഇപ്പോഴുള്ളത്. 8 മണിയോടുകൂടി തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്ക് കപ്പലെത്തും. നാളെ രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കപ്പലിന് ഔദ്യോഗികമായിട്ടുള്ള വരവേൽപ്പ് നൽകുക. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കും. കനത്ത സുരക്ഷാ വലയത്തിലാണ് വിഴിഞ്ഞവും പരിസരവും. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യഘട്ടം അത് യാഥാർത്ഥ്യമാകുന്ന 2024 ഈ വർഷം തന്നെ 2ാം ഘട്ടത്തിൻ്റെയും തുടക്കം വിടുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ രാജ്യാന്തര ചരക്ക് മാർഗത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്റ്റോപ്പായി വിഴിഞ്ഞം മാറുമെന്നുള്ളതാണ്. തുറമുഖ കേന്ദ്രങ്ങളിൽ ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരിടമായി വിഴിഞ്ഞം മാറുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വിനോദ് വിഴിഞ്ഞത്ത് നിന്ന് ചേരുന്നുണ്ട്. വിനോദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ സാൻ ഫെർണാണ്ടോ പുറംകടലിലെത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദൃശ്യങ്ങളിൽ കപ്പലുണ്ടോ? എന്തൊക്കെയാണ് ഇന്നത്തെ ആദ്യ പരിപാടികൾ? 9 മണിയോടുകൂടി ഈ ബർത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണല്ലോ ലഭ്യമായിട്ടുള്ള വിവരം. എൽദോ, സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ മദർഷിപ്പ് ഇന്ന് 9 മണിയോടുകൂടി തീരമണയും. അതിന്റെ ബർത്തിങ്ങിനുള്ള നടപടികൾ അത് ടഗുകളുടെ സഹായത്തോടുകൂടി കപ്പലിനെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഇന്ന് ബർത്തിലേക്ക് എത്തുന്ന കപ്പൽ നാളെയാണ് ഔദ്യോഗികമായ സ്വീകരണം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കപ്പലിനെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങിലേക്ക് നാളെയാണ് പോകുന്നത്. കണ്ടെയ്നറുകൾ ഇറക്കുക, 2000 കണ്ടെയ്നറുകളാണ് ആദ്യഘട്ടത്തിൽ. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലെ നടപടിയാണ്, ട്രയൽ റണ്ണാണ്. അതിൽ 2000 കണ്ടെയ്നറുകളാണ് തീരത്തേക്ക് ഇറക്കി വെക്കുക. നമ്മളിപ്പോൾ കാണുന്നത് ക്രെയിനുകളുടെ ദൃശ്യമാണ്. ഇത് ഒരു ചരിത്രം എഴുതുന്ന മുഹൂർത്തമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ ഒരു മുഹൂർത്തമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും ആഴമുള്ള മദർ പോർട്ട് എന്ന ഖ്യാതിയോടുകൂടിയാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ വരുമാനമായി ലഭിക്കുന്നു, കേരളത്തിന് തന്നെ വരുമാനമായി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതിനടുത്ത വർഷം ഏതാണ്ട് 40 കോടി രൂപയ്ക്ക് മുകളിലാണ് സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വരുന്നത്. അങ്ങനെ വലിയൊരു ഭീമമായ തുക നമുക്ക് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഇന്നത്തെ ഈ ബർത്ത് നടക്കുമ്പോഴുള്ള മന്ത്രി VN വാസവൻ, ദിവ്യ SIR MD ആണ്. അവർ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നു. നാളെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നത്. 6 മന്ത്രിമാർ ഉണ്ടാകും. അവിടെയും ചില രാഷ്ട്രീയ വിവാദങ്ങൾ ഇതിനകം ഉയർന്നു വരുന്നുണ്ട്. പ്രതിപക്ഷത്ത് നിന്ന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല. ഇത് ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച ഒരു പ്രവർത്തനമാണ്. ആദ്യം ഈ ക്രെയിനുകളുമായി കപ്പൽ വന്നപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ആളുകളെ ക്ഷണിക്കുകയും ഇപ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, രാഷ്ട്രീയ നീക്കമുണ്ട്, രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന ആക്ഷേപം ഒരു വശത്ത് ഉയരുന്നു. വലിയ ചൂടുപിടിച്ച ചർച്ചകൾ ഇന്നലെ നിയമസഭയിൽ ഉണ്ടായി. ഇത് ആരുടെ കുഞ്ഞ്
എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു. എം വിൻസെന്റ് MLA, കോവളം MLA ആണ്. അദ്ദേഹം പറഞ്ഞത് ഇത് UDF-ന്റെ കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കാനുള്ള അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ നേട്ടങ്ങളുടെയും ക്രെഡിറ്റ് അത് UDF-നാണ്. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച ഒരു പ്രവർത്തനത്തിന്റെ പരിസമാപ്തി എന്ന നിലയ്ക്ക് തന്നെയാണ് ഇതിനെ കാണുന്നതെന്ന് പറയുന്നു. എന്നാൽ ഇടത് അംഗങ്ങൾ പറയുന്നത് ഇത് വളരെ മുൻപ് തന്നെ ഇടത് സർക്കാരുകളുടെ കാലത്ത് ആരംഭിച്ച പ്രവർത്തനമാണ്. ഏറ്റവും ഒടുവിൽ BS-ന്റെ കാലത്ത് ഇതിന്റെ കരാർ നടപടികളുമായി പോകുന്നു. അത് ഒപ്പുവെച്ചതാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്രെഡിറ്റ് LDF-നാണെന്ന അവകാശവാദം LDF ഉന്നയിക്കുന്നു. ലത്തീൻ സഭയുടെ പ്രതിനിധികൾ നാളത്തെ പരിപാടിയിൽ പങ്കെടുത്തേക്കില്ല എന്നുണ്ട്. നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നടന്ന സമര പരിപാടികൾ. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. നേരത്തെ തന്നെ തോമസ് ജെയിലോ ലത്തീൻ ബിഷപ്പിനെ ക്ഷണിക്കാനുള്ള ഒരു നീക്കം സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ കൂടിക്കാഴ്ചയ്ക്ക് സമയം കിട്ടിയിരുന്നില്ല. അദ്ദേഹം മുൻ നിശ്ചയിച്ച പ്രകാരം നാളെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ക്രെയിനുകൾ കൊണ്ടുവന്ന ചടങ്ങിലും അത് ഇവിടെ ഇറക്കുന്ന അന്ന് ആഘോഷപൂർവ്വം നടത്തിയ ചടങ്ങിലേക്കും ലത്തീൻ സഭയുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇതിന്റെ ഒരു നിർമ്മാണ രീതിയിലേക്ക് പോയാൽ ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള പുലിമുട്ട്, ഈ പുലിമുട്ട് 3 കിലോമീറ്റർ ദൂരത്തിലാണ് ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചിട്ടുള്ളത്. ബ്രേക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ കല്ല് കടലിൽ നിരത്തി തിരയുടെ അടി ഈ ബർത്തിലേക്ക് വരാതെ തീരത്ത് ഈ കപ്പൽ വന്ന് നിൽക്കുമ്പോൾ കപ്പലിനെ ബാധിക്കാത്ത തരത്തിൽ പുലിമുട്ട് നിർമ്മിക്കുക കടലിനുള്ളിൽ. അതിന്റെ ഇപ്പോഴത്തെ നീളം എന്നത് 3 കിലോമീറ്ററാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, ഈ വളരെ വൈകാതെ തന്നെ ഇതിന്റെ കമ്മീഷനിങ്, ഇതിന്റെ ആദ്യഘട്ടം ഇപ്പോൾ മദർഷിപ്പ് വന്ന് അത് പൂർണ്ണതോതിൽ കമ്മീഷൻ ചെയ്യുമ്പോൾ, ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യുമ്പോൾ ഈ വർഷം തന്നെ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനവും ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതായത് കാലതാമസമില്ലാതെ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പുലിമുട്ട് ഇതിന് 3 മീറ്റർ നീളമാണ്. രണ്ടാം ഘട്ടത്തിൽ ഇത് 4 മീറ്ററായി ഇതിന്റെ നീളം വർദ്ധിപ്പിക്കുക എന്നതാണ്. കൂടുതൽ കപ്പലുകൾക്ക് സുരക്ഷിതമായി അകത്ത് പ്രവേശിക്കുന്നതിനും തിരയുടെ അടി ഉണ്ടാകാതെ ഏറ്റവും സുരക്ഷിതമായി കപ്പലുകൾ ഉള്ളിൽ നിൽക്കുന്നതിനും വേണ്ടിയാണ് ഇതിന്റെ നീളം വീണ്ടും 1 കിലോമീറ്റർ രണ്ടാം ഘട്ടത്തിൽ വർദ്ധിപ്പിക്കുന്നത്. മാത്രവുമല്ല ബർത്തുകളുടെ നീളവും കൂട്ടുകയാണ്. ഇപ്പോൾ 800 മീറ്റർ നീളമുള്ള ബർത്താണുള്ളത്. ഈ ക്രെയിനുകൾ കാണുന്ന ഭാഗത്ത് ചേർന്ന് നിൽക്കുന്ന ബർത്തിന്റെ നീളം 800 മീറ്ററാണ്. 2 മദർഷിപ്പുകൾക്ക്, അതായത് 2 പടുകൂറ്റൻ കപ്പലുകൾക്ക് ഇപ്പോൾ അവിടെ നിൽക്കാൻ കഴിയുന്നതാണ് ഈ 800 മീറ്റർ നീളം എന്നത്. ഇത് 2 കിലോമീറ്റർ ദൂരത്തിലേക്ക്, അതായത് പുലിമുട്ടിന്റെ ദൂരം 4 കിലോമീറ്ററും ബർത്തിന്റെ നീളം 2 കിലോമീറ്ററും ആക്കുക എന്നതാണ്. ഒരേ സമയം ഏതാണ്ട് 4 അല്ലെങ്കിൽ 4-ലധികമോ കപ്പലുകൾ അവിടെ വരുന്ന രീതിയിൽ മദർഷിപ്പുകളും അതോടൊപ്പം തന്നെ മറ്റ് ഈ ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന കപ്പലുകളുണ്ട്. ഇത്തരം കൂടുതൽ കപ്പലുകൾ ഒരേ സമയം ബർത്ത് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ, കണ്ടെയ്നറുകൾ അവിടെ നീക്കം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനം. അതിന്റെ ഒരു എണ്ണം പരിശോധിച്ചാൽ ഒരു ദിവസം ഏതാണ്ട് 30,000 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ആദ്യം കൊണ്ടുവരുന്നത് 2000 കണ്ടെയ്നറുകൾ മാത്രമാണ്. 1,00,000 കണ്ടെയ്നറുകൾ എന്ന ശേഷി അത് കൈവരിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. 30,000 കണ്ടെയ്നറുകൾ രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ 30,000 കണ്ടെയ്നറുകളാണ്. 1,00,000 നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് 10,00,000 കണ്ടെയ്നറുകൾ ഏറ്റവും കുറഞ്ഞത് ആ നിലയ്ക്കുള്ള ഒരു കണക്കുകൂട്ടലാണ്. പിന്നെ അതൊരു നിമിഷം, ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ആ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിന്റെ യഥാർത്ഥ GPS പൊസിഷനിങ് ആണത്. സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരത്തേക്ക് അടുക്കുന്നതിന്റെ മാപ്പിംഗ് ആണത്. സാൻ ഫെർണാണ്ടോ ഏതാണ്ട് 3 മിനിറ്റ് മാത്രം മുമ്പുള്ള അടയാളപ്പെടുത്തലാണ്. അതിൽ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആ ചരിത്ര നിമിഷത്തിലേക്ക് തീരമണയുന്ന കപ്പലിന്റെ ഇപ്പോഴത്തെ നിലവിലത്തെ പൊസിഷനാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ആ കപ്പൽ ഇങ്ങനെ മെല്ലെ മെല്ലെ അടുത്തടുത്ത് വിഴിഞ്ഞം തീരത്തേക്ക് എത്തും. എന്നാണെങ്കിലും അത് ആ യാത്രാ വഴിയിലാണ്, പുറംകടലിലുണ്ട് സാൻ ഫെർണാണ്ടോ. എന്നാണെങ്കിലും നമുക്ക് നഗ്നനേത്രങ്ങളിൽ കാണാൻ കഴിയുന്ന അത്ര അടുത്തേക്ക് എത്തിയിട്ടില്ല. എങ്കിൽ പോലും ആ കപ്പൽ ഏതാനും മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ 1-2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ പ്രകടമാകുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വിനോദ്, നമ്മളിപ്പോൾ ഈ സാൻ ഫെർണാണ്ടോയുടെ പൊസിഷനിങ് മാപ്പിംഗ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് പ്രേക്ഷകർക്കായി ദൃശ്യങ്ങളിൽ. ഈ വിനോദിന്റെയൊക്കെ ഒരു ദൃശ്യപരിധിയിലേക്ക് ആ സാൻ ഫെർണാണ്ടോ എപ്പോൾ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വിനോദേ?
എൽദോ, നമുക്ക് വളരെ ചെറിയ ഒരു രൂപം കാണാം. പക്ഷെ നമ്മുടെ ക്യാമറയിൽ അത് വളരെ നേർത്ത് മാത്രമാണ്, നമ്മുടെ ലെൻസിലൂടെ വളരെ നേർത്ത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 10 നോട്ടിക്കൽ മൈൽ അകലെ ആണ് കപ്പൽ ഉള്ളതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. പക്ഷേ കപ്പൽ ഇപ്പോൾ സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട്, കൂടുതൽ അടുത്ത് വരുന്നുണ്ട്. കാരണം 9 മണിയോടുകൂടി ഇതിന്റെ ബെർത്തിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട്. കാലാവസ്ഥ അനുകൂലം എന്ന വിവരം തന്നെയാണ്. കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെയും കാലാവസ്ഥ അനുകൂലമാണ്. കപ്പൽ അടുപ്പിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെയില്ല. ഇതിന്റെ സാങ്കേതികമായ നടപടികളാണ്. റഷ്യക്കാരനായ ക്യാപ്റ്റനാണ് കപ്പലിനെ നിയന്ത്രിക്കുന്നത്. ഇതിൽ ഏതാണ്ട് 28 ജീവനക്കാർ ഈ കപ്പലിലുണ്ട് എന്ന വിവരമാണ്. അതിൽ തന്നെ 5 പേർ ഇന്ത്യക്കാരാണ് എന്ന വിവരവുമുണ്ട്. ഇവരെല്ലാം തന്നെ ക്യാപ്റ്റനെ ഉൾപ്പെടെയുള്ളവരെ ആദരിക്കുന്നതിനുള്ള നടപടികൾ അത് നാളെ ഈ ചടങ്ങിന്റെ ഭാഗമായി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി നടക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഒരു വർഷം കൊണ്ട് 10 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി, ഇത് 30 ലക്ഷം വരെ ഉയരും എന്ന വിവരമാണ് അധികൃതർ നൽകുന്നത്. ഓരോ ഘട്ടവും കഴിയും തോറും ഇത് 30 ലക്ഷം വരെയാകും. അതായത് വലിയ തോതിൽ കണ്ടെയ്നറുകൾ ഇറക്കുന്നതിനും അത് ഇവിടെ നിന്ന് ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്നതിനുമുള്ള സംവിധാനവും സാങ്കേതികമായ മികവും കടലിന്റെ അനുകൂല സാഹചര്യവും ഇതെല്ലാം തന്നെ ഉണ്ട്. ഇത് വരുമാനത്തിന്റെ വലിയൊരു സ്രോതസ്സായി വരും. ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം മാറുമെന്നത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഈ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അവർ ഉൾപ്പെടെ വിശദീകരിച്ചത് ഈ തുറമുഖ തലസ്ഥാനമായി തിരുവനന്തപുരം മാറും. ഇതുവരെ അങ്ങനെ ഒരു പേര് തിരുവനന്തപുരത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരുവനന്തപുരം ഇനി അറിയപ്പെടാൻ പോകുന്നത് ഒരുപക്ഷെ ഈ ദുബായ് പോർട്ട് പോലെയൊക്കെ ആ ഒരു സംവിധാനത്തിലേക്ക്, ആ ഒരു നിലവാരത്തിലേക്കൊക്കെയും എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതിന് കടമ്പകളേറെയാണ്, അതിന് ചെലവഴിക്കേണ്ട കോടികൾ ഏറെയാണ്. അതിന്റെ അങ്ങനെ ചെലവഴിച്ചാൽ ബിസിനസ് സാധ്യതകൾ, ഇവിടെ നടക്കുന്ന വ്യാപാര സാധ്യതകൾ അത് അനന്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് ലാഭകരമായി ഫീസിബിളായ ഒരു പദ്ധതിയായി തന്നെയാണ് ഏവരും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞത്തിന്റെ കുതിപ്പ്, വിഴിഞ്ഞം വളരാൻ പോകുന്നത് ഈ ക്രമാനുഗതമായി മെല്ലെ മെല്ലെ ഉള്ള ഒരു വളർച്ച എന്നതിനപ്പുറം കുത്തനെയുള്ള ഒരു ഗ്രാഫ്, ആ നിലയ്ക്ക് തന്നെ വിഴിഞ്ഞത്ത് കാര്യങ്ങൾ മാറും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് വളരെ മെല്ലെയാണ് പോകുന്നതെന്ന് പറയാതെ തരമില്ല. ഈ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിലും മറ്റ് അനുബന്ധ പ്രവർത്തികൾ നോക്കുമ്പോൾ അത് ശുഭകരമായ രീതിയിലല്ല, അല്ലെങ്കിൽ ഇതിന് ആനുപാതികമായ വേഗതയിലല്ല മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ റോഡ് റെയിൽ സംവിധാനങ്ങൾ, ഈ റിംഗ് റോഡിന്റെ പ്രവർത്തനത്തിനായി ആളുകളിൽ നിന്ന് ഭൂമിയുടെ രേഖകൾ വാങ്ങിയിരുന്നു. അത് മാസങ്ങൾ കഴിയുന്നു. ഇതുവരെയും ഇത് ഏറ്റെടുക്കുന്നതിനുള്ള ഒരു നടപടികളുമായിട്ടില്ല. അവർക്ക് നഷ്ടപരിഹാര തുക നൽകുകയോ ഈ റോഡിന്റെ റിംഗ് റോഡ്, അതായത് വിഴിഞ്ഞം അന്ന് ആരംഭിച്ച് പാരിപ്പള്ളി വരെ പോകുന്ന റിംഗ് റോഡുണ്ട്, ആ റിംഗ് റോഡിന്റെ പ്രവർത്തനങ്ങൾ ആയിട്ടില്ല. മാത്രവുമല്ല, റെയിൽ ഗതാഗതത്തിന്റെ കാര്യത്തിലും ഇതേ അവസ്ഥ തന്നെയാണ്. വിഴിഞ്ഞത്ത് നിന്ന് ബാലരാമപുരം വരെ ഏതാണ്ട് 11 കിലോമീറ്റർ നീളുന്ന ഭൂഗർഭ റെയിൽ പാത, അതിൽ തന്നെ 9 കിലോമീറ്റർ ദൂരത്തിലധികം പോകുന്നത് ഭൂമിക്ക് അടിയിലൂടെയാണ്. ഇത് എവിടെ ഏത് സ്ഥലത്തു കൂടിയൊക്കെ ആയിരിക്കും ഈ റെയിൽ പാത കടന്നു പോവുക എന്നതിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിന്റെ സർവേ നടപടികൾ പൂർത്തിയായി അതിന് വേണ്ടിയുള്ള ചില അനുമതികൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുവെന്ന് ഔദ്യോഗികമായ ചില അറിയിപ്പുകൾ പറയുന്നതല്ലാതെ ഇത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയില്ല. ഏതാണ്ട് 5000-ഓളം കോടി രൂപ ഈ അനുബന്ധ സൗകര്യങ്ങൾക്കായി, പ്രത്യേകിച്ച് റോഡ് റെയിൽ സംവിധാനങ്ങൾക്കായി സംസ്ഥാനം ചെലവിടേണ്ടതുണ്ട്. ഏതാണ്ട് 5000 കോടി രൂപയാണ് ഇതിന് മാത്രം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ഭീമമായ തുക ചെലവഴിക്കേണ്ട സാഹചര്യമുണ്ട്. മന്ത്രി വി.എൻ. വാസവൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു സഹായം ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് നൽകേണ്ടതുണ്ട്. ആർബിട്രേഷൻ നടക്കുന്നുണ്ട്. അതിൽ കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങളായി വരേണ്ട തുകയുണ്ട്. കേന്ദ്രത്തിന്റെ തുക വളരെ വൈകാതെ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ നാളത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലൊക്കെ നടക്കുന്ന വലിയൊരു ചടങ്ങാണ് നാളത്തേക്ക് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ പരിപാടികളെല്ലാം നടക്കുമ്പോൾ ഇത് അനുബന്ധമായി നടക്കേണ്ട കാര്യങ്ങളുണ്ട്. വെള്ളായണി കായലിൽ നിന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ആവശ്യമായ ശുദ്ധജലം എത്തിക്കേണ്ടത്. നമുക്കറിയാം വെള്ളായണി കായലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, മാലിന്യം നിറയുന്നു എന്ന കണ്ടെത്തലുകളും പരാതികളും
അതോടൊപ്പം തന്നെ ഇതിന്റെ ആഴം കൂട്ടണം. വെള്ളായണി കായലിന്റെ ആഴം കൂട്ടി അവിടെ സംഭരിക്കാവുന്ന ജലത്തിന്റെ അളവ് കൂട്ടിയാൽ മാത്രമേ വിഴിഞ്ഞം തുറമുഖത്തിന് പര്യാപ്തമായ രീതിയിൽ അവിടെ നിന്നുള്ള കുടിവെള്ള പദ്ധതികളുണ്ട്. ജനങ്ങൾക്ക് കുടിവെള്ളം തടസ്സപ്പെടാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇത്രയും വലിയൊരു ബൃഹത് പദ്ധതി വരുമ്പോൾ വെള്ളായണി കായലിനെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കുടിവെള്ള പ്രോജക്റ്റ് ആസൂത്രണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളായണി കായലിന്റെ സംരക്ഷണമുണ്ട്. അത് വളരെ കാര്യക്ഷമമായി ചെയ്യേണ്ട കാര്യമാണ്. വാക്കുകളിൽ ഒതുങ്ങിയാൽ മാത്രം പോരാ. ഇത്രയും വലിയ ഒരു പദ്ധതി വരുമ്പോൾ ഇവിടേക്ക് ആവശ്യമായ ശുദ്ധജലം അത് എത്തിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെളിയും മാലിന്യവും മറ്റ് പ്രശ്നങ്ങളുമെല്ലാം മാറ്റിക്കൊണ്ട് ഈ വെള്ളായണി കായലിന്റെ ഒരു പുനരുജ്ജീവനം, അതിന്റെ ആഴം കൂട്ടൽ, അവിടെ കൂടുതൽ വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടത്തിയാൽ മാത്രമേ ഈ തുറമുഖത്തിന്റെ പ്രവർത്തനം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ആ തരത്തിലുള്ള നടപടികളാണ് വളരെ വേഗത്തിൽ വേണ്ടത്. ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇവിടെ നിന്നുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഈ കണക്റ്റഡ് ആയിട്ട് വരുന്ന ഷിപ്പുകൾ, അതായത് ചെറിയ ഷിപ്പുകളിലേക്ക് മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന കാര്യമാണ് കൂടുതലായി പരിഗണിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, നമുക്ക് റോഡ് മാർഗം വേണം. ഇപ്പോൾ കാരോട് കഴക്കൂട്ടം ബൈപ്പാസ് ആണുള്ളത്. ഈ ബൈപ്പാസിന് അപ്പുറത്തേക്ക് റിംഗ് റോഡിന്റെ ആവശ്യകതയുണ്ട്. കാരണം വലിയ ട്രെയിലറുകൾ യാത്ര ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള റോഡുകൾ വേണം. മറ്റ് യാത്രക്കാർക്ക് ഇപ്പോൾ തന്നെ നമുക്കറിയാം, തിരുവനന്തപുരത്തെ ഒരു യാത്രാ രീതി പലപ്പോഴും തിരക്കാണ്. ഹൈവേ, നമ്മൾ പറയുന്ന ബൈപ്പാസ് റോഡിലും ഹൈവേയിലുമൊക്കെയും പലപ്പോഴും തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. തിങ്ങി ഞെരുങ്ങി വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവിടേക്ക് ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന വലിയ ട്രെയിലറുകൾ കൂടി എത്തിയാൽ ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ റെയിൽ റോഡ് കണക്ടിവിറ്റി എന്ന ആവശ്യകത. ഏതായിരുന്നാലും ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ ആദ്യത്തെ കപ്പൽ അടുക്കുന്നു. അത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ്. നമ്മുടെ രാജ്യത്ത് പുതിയൊരു തുറമുഖം കൂടി യാഥാർത്ഥ്യമാകുന്നു. അത് PPP പ്രോജക്റ്റായി വരുന്നതാണ്. അദാനി ഗ്രൂപ്പ്, അദാനി കമ്പനിയും അതോടൊപ്പം തന്നെ സർക്കാരുകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും എല്ലാം സഹകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി. തൊഴിൽ അവസരങ്ങൾ ഒരുപക്ഷെ ഈ MDമാർ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രവർത്തിച്ച ആളുകളെല്ലാം തന്നെ പറയുന്നത്, വിസിലിന്റെ പ്രതിനിധികളെല്ലാം തന്നെ പറയുന്നത്, ഉണ്ടാകാൻ പോകുന്ന തൊഴിലവസരങ്ങൾ വളരെ വലിയ തൊഴിലവസരങ്ങൾ, അത് നേരിട്ട് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾക്കപ്പുറത്തേക്ക് പരോക്ഷമായി വരുന്ന തൊഴിലവസരമുണ്ട്. നമുക്കറിയാം, വിഴിഞ്ഞത്തിന്റെ ഒരു പ്രത്യേകത തിരുവനന്തപുരത്തെ ഒരു കടലോര ഗ്രാമം എന്നതിനപ്പുറത്തേക്ക് ഒരു ഗ്രാമാന്തരീക്ഷത്തിലെ ഒരു പ്രദേശമാണ്. ഇവിടെ തന്നെയാണ് കോവളം, ചൊവ്വര അതുപോലുള്ള തീരദേശ ഗ്രാമങ്ങൾ, നിരവധി തീരദേശ ഗ്രാമങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ജനങ്ങൾക്ക് നേരിട്ട് ഇവിടെ ലഭിക്കുന്ന തൊഴിൽ, അതിനപ്പുറത്തേക്ക് ഇത്രയും വലിയ ഒരു വ്യവസായം വരുമ്പോൾ അനുബന്ധമായി ലഭിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾ, ഇവിടെ ഒരുപക്ഷെ വലിയ വലിയ യാർഡുകൾ, അങ്ങനെ വെയർഹൌസുകൾ, ഈ വെയർഹൌസുകളുടെ നിർമ്മാണം ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലായി വെയർഹൌസുകൾക്ക് വേണ്ടി സ്വകാര്യ വ്യക്തികൾ സ്ഥലം വാങ്ങുകയും അവിടെ ഈ കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്ന തരത്തിലുള്ള വെയർഹൌസുകൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഈ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തുറമുഖം അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്ന അനന്ത സാധ്യതകളെ പറ്റിയാണ് വിനോദ് സൂചിപ്പിക്കുന്നത്. എന്താണല്ലോ, സംസ്ഥാനത്തിന്റെ പൊതുവായിട്ടുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ മുതൽക്കൂട്ടാകും ഈ വിഴിഞ്ഞം പദ്ധതി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിനോദ്, നമുക്ക് കാണാം ഒരു ഭീമൻ കപ്പൽ ഇതാ ആ വിഴിഞ്ഞം തീരത്തേക്ക് അടുക്കുന്നത്. സാൻ ഫെർണാണ്ടോയാണ്. സാൻ ഫെർണാണ്ടോ അടുത്തുകൊണ്ടേയിരിക്കും, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 2000-ഓളം കണ്ടെയ്നറുകൾ മദർഷിപ്പിലുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ ഈ 2000 കണ്ടെയ്നറുകൾ ഈ ഏതാണ്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രമീകരണമാണ് വിഴിഞ്ഞത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇത്രയും കണ്ടെയ്നറുകൾ ഇറക്കാനുള്ള ഒരു സമയം അത് എത്രത്തോളം ആകുമെന്നുള്ള ഒരു അറിയിപ്പുകളൊക്കെ വരുന്നുണ്ടോ? എങ്ങനെയാണ് ഈ കപ്പൽ? നാളെയാണ് സ്വീകരണം, അപ്പോൾ നാളെ തന്നെ തിരിക്കുമോ? എന്താണ് ഇനിയുള്ള പരിപാടികൾ ഈ സാൻ ഫെർണാണ്ടോയുടെ? സാൻ ഫെർണാണ്ടോ നാളത്തെ ഈ ഔദ്യോഗിക ചടങ്ങുകൾ കഴിഞ്ഞാൽ ഇവിടെ കണ്ടെയ്നറുകൾ ഇറക്കുന്ന നടപടികൾ അതെല്ലാം പൂർത്തിയായാൽ നാളെ വൈകിട്ട് തന്നെ ഈ സാൻ ഫെർണാണ്ടോ തിരികെ മടങ്ങുമെന്നാണ് അധികൃതർ നൽകുന്ന ഉറപ്പ്. ഇത് അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ, അതായത് വിവിധ രാജ്യങ്ങളിൽ പോകുന്ന കപ്പലാണ്. ഇതിൽ 30,000 കണ്ടെയ്നറുകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ 2,000 കണ്ടെയ്നറുകളാണ്
വിഴിഞ്ഞത്ത് ഇറക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ 2000 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുന്നത്. ഇത് ചെറിയ കപ്പലുകളിൽ കയറ്റി മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനം അതാണ് പ്രധാനമായി. അത് ഇനി വരും ദിവസങ്ങളിലും ഈ തുറമുഖം കമ്മീഷൻ ചെയ്താലും ആ നിലയ്ക്ക് തന്നെയാണ് ആദ്യത്തെ ഘട്ടത്തെ തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ കണക്കാക്കുന്നത്. ഒരു വർഷം 10 ലക്ഷം കണ്ടെയ്നറുകളുടെ നീക്കം, ചരക്ക് നീക്കത്തിൽ അങ്ങനെ ഒരു സംഖ്യയാണ് പ്രതീക്ഷിക്കുന്നത്. 10 ലക്ഷം കണ്ടെയ്നറുകൾ, ഇതുവഴി വരുന്ന വരുമാന സാധ്യത. പക്ഷേ നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ദുബായ് പോർട്ടിനെയൊക്കെയും ആശ്രയിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര കപ്പൽ ചാനലിനോട് ചേർന്ന് കൊളംബോ തുറമുഖം നമ്മൾ ആശ്രയിച്ചിരുന്നതാണ്. അവിടെ ഇപ്പോഴും 6 ബർത്തുകളിൽ ഒന്ന് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. അവിടെയുള്ള 6 ബർത്തുകളിൽ ഒന്ന്. അതിനപ്പുറത്തേക്ക് രാജ്യത്തിന് സ്വന്തമായി തന്നെ ഈ തരത്തിൽ ഒരു തുറമുഖം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ഉണ്ടാക്കുന്ന രാജ്യത്തിനുണ്ടാക്കുന്ന അഭിവൃദ്ധി, അതിനപ്പുറത്തേക്ക് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നിൽ പ്രധാനപ്പെട്ട ഒരു തുറമുഖം വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഇന്ന് വരുന്ന മദർഷിപ്പിന് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും ഇന്ത്യൻ നാവികസേനയുടെയും ഒക്കെയും സുരക്ഷ ഇന്ന് സാൻ ഫെർണാണ്ടോ എന്ന ഈ കപ്പലിന് നൽകിയിട്ടുണ്ട്. ടഗുകൾ ഉപയോഗിച്ചായിരിക്കും ഇത് ബർത്തിലേക്ക് കൊണ്ടുവരിക. അതിനുള്ള ടഗുകളുടെ സേവനം ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ ക്രെയിനുകൾ കൊണ്ടുവന്നപ്പോഴും ആ തരത്തിൽ ടഗുകളുടെ സഹായത്തോടെയാണ് കപ്പലിനെ ഇവിടേക്ക് ബർത്തിലേക്ക് കൊണ്ടുവരുന്ന നടപടികൾ പൂർത്തിയാക്കിയത്. അതിനുശേഷമായിരുന്നു ഇതിൽ നിന്ന് സാധനങ്ങൾ ക്രെയിനുകൾ ഇറക്കുന്ന നടപടി. ആ തരത്തിൽ തന്നെയാണ് ഒരുപക്ഷെ ക്രെയിനുകൾ ഇറക്കുന്ന അത്ര ഒരു കാലാവസ്ഥയുടെ പ്രശ്നമൊന്നും ഈ കണ്ടെയ്നറുകൾ ഇറക്കുമ്പോൾ വരുന്നില്ല. കാരണം പടുകൂറ്റൻ ക്രെയിനുകൾ കൊണ്ടുവരുമ്പോൾ കപ്പൽ ഉലയാതെ നിൽക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഈ കടൽ ശാന്തമായി നിൽക്കുക എന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു, സാഹചര്യം ആവശ്യമായിരുന്നു. ഒരുപക്ഷെ അത്ര കണ്ട് അനുകൂല സാഹചര്യം ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്ന സമയത്ത് വേണ്ടിവരില്ല. കാരണം ഇതിനകം തന്നെ ബർത്തിൽ ക്രെയിനുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ക്രെയിനുകളുടെ സഹായത്തോടെയാണ് കണ്ടെയ്നറുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് ട്രെയിലറുകളിലൂടെ മാറ്റി അത് യാർഡ് ട്രെയിനുകളിലേക്ക് എത്തിക്കുന്നു. യാർഡ് ട്രെയിനുകളിൽ നിന്നാണ് ഇത് മറ്റു വാഹനങ്ങളിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുന്നത്. ആ തരത്തിൽ വളരെ കൃത്യമായി ഇവിടെ ഒരു ഓട്ടോമാറ്റിക് സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൺട്രോൾ റൂം, അവിടെയും ജീവനക്കാരുണ്ട്. അത് ഈ തുറമുഖത്തോട് ചേർന്ന് തന്നെ ഒരു കെട്ടിടത്തിലാണ് ഈ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. യാർഡ് ക്രെയിനുകളെയും ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളെയും ഈ പ്രത്യേക രീതിയിൽ ഇത് ഈ 2 ക്രെയിനുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ, ഇതിനെല്ലാം കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും നിയന്ത്രിക്കപ്പെടുന്ന ഒരു കൺട്രോൾ റൂം ഇവിടെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കൺട്രോൾ റൂമാണ് പൂർണ്ണമായും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നത്. ആ നിലയ്ക്ക് എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് 1ാം ഘട്ടത്തിൽ 5 വർഷത്തെ കാലതാമസം ഉണ്ടായെങ്കിൽ 2ാം ഘട്ടം 2 വർഷം മുൻപ് പൂർത്തിയാക്കാൻ, അതായത് 2028 തന്നെ 2ാം ഘട്ടം പൂർത്തിയാക്കാനുള്ള നിർമ്മാണ പ്രവർത്തന അതിന്റെ ഒരു വേഗതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് നേരത്തെ നിശ്ചയിച്ചതിലും 2 വർഷം മുൻപ് ഇതിന്റെ 2ാം ഘട്ട നിർമ്മാണം പൂർത്തിയാകും. അങ്ങനെയെങ്കിൽ 40 എന്നത് 45 വർഷം തുറമുഖം കൈകാര്യം ചെയ്യാൻ അദാനി ഗ്രൂപ്പിന് കഴിയും. കൂടുതൽ വർഷം അവർക്ക് ഈ തുറമുഖം കൈകാര്യം ചെയ്യുന്നത്, അതായത് ആദ്യഘട്ടത്തിൽ 40 വർഷം എന്നതാണ് അവർക്ക് തുറമുഖത്തിന്റെ നിയന്ത്രണാവകാശം നൽകിയിട്ടുള്ളത്. അത് 40-ൽ നിന്ന് 45 വർഷത്തിലേക്ക് മാറാനുള്ള സാഹചര്യവുമുണ്ട്. ആ നിലയ്ക്കൊക്കെയുമാണ് ഇപ്പോൾ ഇതിന്റെ ഒരു കണക്കുകൂട്ടൽ പോകുന്നത്. 2484 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പിന്റേതായി ഇതുവരെ വന്നത്. 2ാം ഘട്ടത്തിൽ ഏതാണ്ട് 9000 കോടി രൂപയുടെ നിക്ഷേപം, അതിൽ തന്നെ 3000 കോടി രൂപ എന്ന നിലയ്ക്കുള്ള ധാരണയും അതിന്റെ നടപടികളുമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ തന്നെ ഒറ്റയടിക്ക് ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് എത്തുന്ന ഏറ്റവും വലിയ തുകയായി അത് മാറും. 3000 കോടി രൂപയുടെ ഒരു ആകെ ഒരു നിക്ഷേപം, ഒരു ഘട്ടത്തിൽ തന്നെ 3000 കോടി രൂപ നിക്ഷേപമായി വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ 2ാം ഘട്ടത്തിൽ ഏതാണ്ട് 9000 കോടി രൂപയിലധികമാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി സംസ്ഥാനം ചെലവഴിക്കേണ്ടി വരുന്നത് 5000 കോടി രൂപയാണ്. പക്ഷേ ഇതെല്ലാം തന്നെ സംസ്ഥാനത്തിന് വരുമാനമായി ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇപ്പോൾ ഈ സംസ്ഥാനം നടത്തുന്ന നിക്ഷേപം അത് ഖജനാവിലേക്ക് ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എൽദോ, ാണ്
വിഴിഞ്ഞം തീരത്തേക്കുള്ള സ്വപ്ന പ്രയാണത്തിലാണ് സാൻ ഫെർണാണ്ടോ എന്നുള്ള കപ്പൽ. സാൻ ഫെർണാണ്ടോ ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ആ വിഴിഞ്ഞത്തെ ബർത്തിലേക്ക് എത്തും. ബർത്തിലേക്ക് പ്രത്യേകം തയ്യാറാക്കിയ ടഗുകൾ വഴിയാണ് ആ ചാനലിലൂടെ വലിച്ച് ബർത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഔദ്യോഗിക സ്വീകരണം നാളെയാണ്. എങ്കിൽ പോലും ഇന്നാണ് ആ സ്വപ്ന ദിനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം വിഴിഞ്ഞം ആദ്യഘട്ടത്തിന്റെ ട്രയൽ റണ്ണിലേക്ക് അടുക്കുന്നതിന്റെ ആദ്യ ചുവട് വെക്കുകയാണ് സാൻ ഫെർണാണ്ടോ എന്നുള്ള കൂറ്റൻ കപ്പൽ വഴി. അത് ചൈനയിലെ സിയാമനിൽ നിന്നും പുറപ്പെട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ തൊട്ടടുത്ത് വിഴിഞ്ഞത്ത് തുറമുഖത്തേക്ക് അടുക്കുകയാണ് ആ ഭീമാകാരൻ കപ്പൽ. ഏതാണ്ട് 2000-ഓളം കണ്ടെയ്നറുകൾ അതിലുണ്ട് എന്നുള്ളതാണ്. 2000-ഓളം കണ്ടെയ്നറുകളുമായിട്ട് ആ കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. ഇപ്പോൾ നോക്കുക, എത്ര സുന്ദരമായിട്ടൊരു കാഴ്ചയാണ്. നമ്മൾ കേരളീയരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ ഒരു സ്വപ്നത്തിലേക്ക് ഇങ്ങനെ തുഴഞ്ഞെത്തുന്ന ആ കപ്പൽ, അത് വിഴിഞ്ഞത്തിന്റെ വിജയം അത് എത്രത്തോളമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ട്രയൽ റണ്ണായിരിക്കും. ഒരുപക്ഷെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഈ വിഴിഞ്ഞം തുറമുഖം അത് കണ്ടെയ്നർ വ്യവസായത്തിന്റെ ഒരു പ്രധാന ഹബ്ബായി മാറുമെന്നുള്ള പ്രതീക്ഷയിലേക്ക് ഏതാണ്ട് കോടികളുടെ ഒരു വരുമാനം സംസ്ഥാനത്തിന് പ്രതിവർഷം ലഭിക്കുമെന്ന് കരുതുന്ന ഒരു വ്യവസായത്തിലേക്ക് പോകുന്നു. അത് വലിയ തരത്തിൽ നമ്മളുടെ സാമ്പത്തിക പുരോഗതിക്ക് ഗുണം ചെയ്യുമെന്നുള്ള കണക്കുകൂട്ടലൊക്കെയാണ് നിലവിലുള്ളത്. എന്നാണെങ്കിലും ആ സന്തോഷത്തിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സിയാമിൽ നിന്ന് പുറപ്പെട്ട സാൻ ഫെർണാണ്ടോ കപ്പൽ ഇതാ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുകയാണ്. ഒരു വാട്ടർ സല്യൂട്ട് നൽകിയായിരിക്കും വിഴിഞ്ഞം തുറമുഖത്ത് ഈ കപ്പലിനുള്ള സ്വീകരണം നൽകുക. വിഴിഞ്ഞം തുറമുഖത്ത് ഏറ്റവും ഭംഗിയായി തന്നെ ആ സ്വീകരണം ഒരുക്കുന്നു. ട്രയൽ റൺ അത് നാളെയാണ്. എങ്കിൽ പോലും കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് കാത്തിരിക്കാം ആ കപ്പലിന്റെ വരവ്. ആ കപ്പലിന്റെ ഏറ്റവും സമീപത്തുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാനായി ഇപ്പോൾ വളരെ വിദൂരത്താണ്, ഒരു പൊട്ടുപോലെയാണ് കാണുന്നതെങ്കിൽ പോലും, നേരിയ മങ്ങലുണ്ടെങ്കിൽ പോലും അത് തെളിഞ്ഞു വരികയാണ്. നമ്മളുടെ ആ സന്തോഷം, സ്വപ്നമൊക്കെ തെളിഞ്ഞു വരുന്ന പോലെ ആ കപ്പലും തീരത്തോട് അടുക്കുകയാണ്. നമ്മളൊരു വലിയ ദൗത്യമായിരുന്നു, അത് വർഷങ്ങൾ നീണ്ട ദൗത്യമായിരുന്നു. ആ ദൗത്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. വിനോദ്, ഞാൻ ഒരു കാര്യം കൂടി, അതായത് ആ കപ്പൽ ഇപ്പോൾ ഏറെക്കുറെ കൂടുതൽ ദൃശ്യമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ പ്രകടമാകുന്നു സാൻ ഫെർണാണ്ടോയെ. ഈ ചടങ്ങ് സംബന്ധിച്ച് നേരത്തെ വിനോദ് സൂചിപ്പിച്ചു, ചെറിയ വിവാദം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇന്നലെ സഭയിൽ ഉയർന്നു തുടങ്ങിയതാണ്. അതിന് പിന്നാലെ ഈ ലത്തീൻ അതിരൂപതയും പിന്മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? കാരണം അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം അതൊരു രമ്യതയിലേക്ക് എത്തിയതല്ലേ, പരിഹരിച്ചതല്ലേ പ്രശ്നങ്ങൾ. ഒപ്പം തന്നെ ചില മുസ്ലിം സംഘടനകളും പ്രതിഷേധവുമായി എത്തുമെന്നുള്ള വിവരമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ടോ വിഴിഞ്ഞത്ത്? ഈ ഒരു നാട്ടുകാരുടെ അല്ലെങ്കിൽ ഒരു ലോക്കൽ പ്രതിഷേധത്തിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ്. എന്തോ ഇതിന്റെ സമരത്തിന്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ സമരം കഴിഞ്ഞെങ്കിലും ചില ഉറപ്പുകൾ, സർക്കാർ നൽകിയ ഉറപ്പുകൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു കാര്യം തന്നെയാണ് ലത്തീൻ സഭയും അതോടൊപ്പം തന്നെ ചില ഇവിടെയുള്ള മുസ്ലിം വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ, അവർ കക്കവാരൽ തൊഴിലാളികൾക്ക് ഉള്ള നഷ്ടപരിഹാരം നൽകാത്തതാണ് അങ്ങനെയുള്ള ഈ സംഘടനകളെ അകറ്റി നിർത്തുന്നത്. ക്രൈസ്തവ സംഘടനകളെ, പ്രത്യേകിച്ച് ലത്തീൻ സഭയെയും ആ നിലയ്ക്ക് നഷ്ടപരിഹാരം ഏതാണ്ട് 7ഓളം ഉറപ്പുകൾ സർക്കാർ നൽകിയത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. നഷ്ടപരിഹാര തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് ഇവർ വിട്ടുനിൽക്കുന്നതിനുള്ള ഒരു സാഹചര്യം. നമ്മൾ കഴിഞ്ഞ സമരത്തിന്റെ കാലം പരിശോധിച്ചാൽ ഏതാണ്ട് 140 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരമാണ് വിഴിഞ്ഞത്ത് നടന്നത്. അന്ന് ഏറ്റവും ഒടുവിൽ അത് നമുക്കറിയാം, അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്, അതിന്റെ പേരിൽ വന്ന കേസുകളുണ്ട്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോഴും ആ സമരം കഴിഞ്ഞുവെങ്കിലും സമരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അതിന്റെ അകൽച്ചകളും ഒക്കെയും ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സംഘടനകൾ അത് അവർ വിട്ടുനിൽക്കുന്നത്. അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സർക്കാർ ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും അക്കാര്യത്തിൽ ഒരു അനുനയ സാധ്യതകൾ ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. ലത്തീൻ സഭ നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്കുള്ള പിണക്കങ്ങൾ ഇപ്പോഴും തുടരുന്നു. അപ്പോഴും ഈ വിഴിഞ്ഞം തുറമുഖം എന്നത് രാജ്യത്തെ സംബന്ധിച്ച് വലിയൊരു പദ്ധതിയാണ്. സാധാരണക്കാരനെ മറന്നുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോകാൻ പാടില്ല എന്നത് തന്നെയാണ് നമ്മുടെ ഒരു നിലപാട്. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മുതൽ തുറമുഖത്തെ അനുകൂലിക്കുന്നു. തുറമുഖം വരുന്നത് രാജ്യത്തിന്റെ ഒരു സാമ്പത്തികമായ, ഈ പ്രാദേശികമായി ഇവിടെ ഉണ്ടാകുന്ന ഒരു അഭിവൃദ്ധി, സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്ന തൊഴിൽ സാധ്യതകൾ, പ്രത്യേകിച്ച് ഇതിലൂടെ രാജ്യത്തിന് ലഭിക്കാവുന്ന വരുമാനം, സംസ്ഥാനത്തിന് ലഭിക്കാവുന്ന വരുമാനം,
ആ നിലയ്ക്കൊക്കെയും തന്നെ ഈ പദ്ധതിയെ അനുകൂലിക്കുമ്പോഴും ഇവിടെയുള്ള സാധാരണ മനുഷ്യരാണ്, മത്സ്യത്തൊഴിലാളികൾ, പ്രധാനമായും മത്സ്യത്തൊഴിലാളികളാണ്, കടലിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരാണ്. അവർക്ക് ഒരു പ്രയാസമുണ്ടാകാതെ അവരുടെ ഗ്രീവൻസസുകൾ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന അവരുടെ വിഷമതകൾ അത് പരിഹരിക്കുക എന്ന ഉത്തരവാദിത്വം പരമപ്രധാനമാണ്. അത് ഈ രണ്ട് സർക്കാരുകൾക്കും, കേന്ദ്ര സർക്കാരാകട്ടെ സംസ്ഥാന സർക്കാരാകട്ടെ, രണ്ട് സർക്കാരുകളും അതിൽ ഒരു തരത്തിലുള്ള വൈമനസ്യവും അല്ലെങ്കിൽ അതിൽ മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു നിലപാടും ഉണ്ടാകാൻ പാടില്ല എന്നത് ഈ വാർത്തകളെല്ലാം ഇവിടുത്തെ സമര പരമ്പര അത് നടക്കുമ്പോഴും ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുമ്പോഴും ഒക്കെയും നമ്മൾ പറഞ്ഞത് മനുഷ്യനെ മറന്നുകൊണ്ടുള്ള ഒരു വികസനത്തിലേക്ക് പോകരുത് എന്ന് തന്നെയാണ്. സാധാരണ ജനങ്ങളാണ് അവർ, പാവപ്പെട്ട ജനങ്ങളാണ്, അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കടലിനോട് മല്ലടിക്കുന്ന ജനവിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ പ്രയാസവും പരിഹരിച്ചുകൊണ്ട് അതിന് പരിഹാരം കണ്ടുകൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും നമുക്ക് സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് പറയാനും അങ്ങനെ ചിന്തിക്കാനും കഴിയുന്ന ഒരു കാര്യം. വികസനം വേണം, പക്ഷെ അത് ജനത്തിനെ മറന്നുകൊണ്ടാകരുത് എന്ന ഒരു കാര്യം മാത്രമാണ്. വിനോദ്, നമുക്ക് കാണാം ആ കപ്പൽ ഇങ്ങനെ നമ്മുടെ വിഴിഞ്ഞം തീരത്തേക്ക് അടുത്തടുത്ത് കൊണ്ടുവന്നിരിക്കുന്നതിന്റെ കാഴ്ചകൾ. വളരെ ദൂരത്ത് നിന്നാണ് കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും ആ കപ്പലിന്റെ പൊസിഷനിങ് നമുക്ക് ഒന്ന് പരിശോധിക്കാൻ തോന്നുന്നു. KP അഭിലാഷ, മറൈൻ ട്രാഫിക് അതിന്റെ ഒരു ഓൺലൈൻ മാപ്പിംഗ് സംവിധാനവുമായി നമ്മോടൊപ്പമുണ്ട്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും നമ്മൾ ആ നമ്മളുടെ സ്വപ്ന തീരത്തേക്ക് ആ സാൻ ഫെർണാണ്ടോ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചരിത്ര ദൗത്യമാണത്. ആ കപ്പൽ നമുക്ക് കാണാൻ ഇപ്പോൾ ദൃശ്യം എങ്കിൽ പോലും ആ കപ്പലിന്റെ ഒരു സഞ്ചാരപഥം അത് ദിവസങ്ങൾ നീണ്ടു നിന്നതാണ്. അങ്ങനെ നമ്മളുടെ ആ സന്തോഷത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്കൊക്കെ ആ കപ്പലെത്തുന്ന നിമിഷമാണ്. നമുക്ക് KPയുടെ ബാക്കിൽ കാണാം ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അത് ലൈവാണ്. KP, എന്താണ് ഇപ്പൊ അതിന്റെ ഒരു പൊസിഷൻ, എന്താണ് സാൻ ഫെർണാണ്ടോയുടെ? എൽദോ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ പ്രഭാതം ഒരു സ്വപ്ന തീരത്തേക്കുള്ള പുലർച്ച എന്ന് തന്നെ പറയാം. നമ്മുടെ VV വിനോദ് അവിടെ വിഴിഞ്ഞത്ത് എന്ന ആ ദൃശ്യങ്ങളടക്കം വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണും, വളരെ ദൂരത്തിൽ ഒരു പൊട്ടുപോലെയാണ് ഇപ്പോൾ ആ ഷിപ്പ്, സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ആ കൗതുക വിഷ്വൽ തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്നതിൽ തർക്കമില്ല. പക്ഷേ പ്രേക്ഷകരുടെ ശ്രദ്ധ വളരെ പെട്ടെന്ന് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഡേറ്റകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഇതാ നമുക്ക് ഈ മോണിറ്ററിൽ, അതായത് സ്ക്രീനിൻ്റെ വലതുവശത്തുള്ള മോണിറ്ററിൽ ഒരു ഭാഗത്ത് രണ്ട് പോയിന്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഞാനിപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോയിന്റ് എന്നതാണ് വിഴിഞ്ഞം തുറമുഖ തീരം എന്നത്, അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് എന്നത്. ഇതൊരു ഗ്രാഫിക്കൽ അല്ലെങ്കിൽ മാപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ നോട്ടഡ് ആയ ഒരു പൊസിഷൻ ആണ്. ഈ ആരോ മാർക്ക് കാണുന്നതാണ് യഥാർത്ഥത്തിൽ സാൻ ഫെർണാണ്ടോ എന്ന ഷിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഷിപ്പ് ഇപ്പോൾ മൂവ് ചെയ്യുന്നു. അതോടൊപ്പം ഒരു പക്ഷേ പ്രേക്ഷകർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ മാപ്പിൽ ഒട്ടേറെ ഈ ഡോട്ടഡ് പോയിന്റുകൾ അല്ലെങ്കിൽ ആരോ പോയിന്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായ ഷിപ്പുകൾ ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ തീരത്തുകൂടി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായ ഷിപ്പുകളുണ്ട്. അത്തരം ഷിപ്പുകളുടെ ഒരു പൊസിഷനിങ് ആണ് ഇപ്പോൾ ഈ കാണുന്നതെങ്കിൽ നമ്മളിപ്പോൾ കണ്ണു നട്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്ന സാൻ ഫെർണാണ്ടോ എന്ന ഈ ഷിപ്പിലേക്ക് തന്നെയാണ്. ഇതാ ഈ ഷിപ്പ് തീരത്തേക്ക് അടുക്കുന്നു. ഇതിൽ തന്നെ നമുക്ക് വളരെ പ്രകടമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇനി വളരെ കുറച്ചു ദൂരം മാത്രമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ക്യാമറ കണ്ണുകൾ ഈ വിഴിഞ്ഞത്ത് നിന്നുകൊണ്ട് പകർത്തുന്ന ഷിപ്പിൻ്റെ സാൻ ഫെർണാണ്ടോയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പ്രേക്ഷകർ കാണുന്ന ആ ഷിപ്പ് എന്നതാണ് ഈ കടന്നു വരുന്ന സാൻ ഫെർണാണ്ടോ. അതായത് നമുക്കറിയാം, ഷിപ്പുകളുടെ വേഗത കണക്കാക്കുന്നത് കിലോമീറ്റർ എന്ന തരത്തിലല്ല, അത് നോട്ടിക്കൽ മൈൽ എന്ന നിലയിലാണ്. ഏതാണ്ട് 11 നോട്ടിക്കൽ മൈൽ വേഗതയിൽ ആണ് ഇപ്പോൾ ഈ ഷിപ്പ് സാൻ ഫെർണാണ്ടോ ഈ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. നമുക്കൊരു ഏകദേശ ധാരണ അല്ലെങ്കിൽ ഏകദേശ കണക്ക് എന്നത് ഏതാണ്ട് ഒരു 18 കിലോമീറ്റർ, അതായത് മണിക്കൂറിൽ 18 മുതൽ 20 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ ഈ ഷിപ്പ് സഞ്ചരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. നമുക്കറിയാം, മറ്റ് ഗതാഗത സംവിധാനങ്ങളെ അപേക്ഷിച്ച് വേഗത വളരെ കുറവാണ് ഷിപ്പുകൾക്ക് എന്നതറിയാം. പ്രത്യേകിച്ച് കണ്ടെയ്നർ ഷിപ്പുകൾക്ക്, ഈ ചരക്ക് കപ്പലുകൾക്ക് ഒരുപക്ഷെ യാത്രാ കപ്പലുകളേക്കാൾ കുറച്ചുകൂടി വേഗത കുറവാണ്. കാരണം അത്രയധികം ടൺ ഭാരവുമായാണ് പലപ്പോഴും കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങളോ പ്രൊഡക്റ്റോ ഒക്കെ ആയിട്ടാണ് ഈ ഷിപ്പുകൾ സഞ്ചരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനുള്ള പരമാവധി വേഗത എന്നതൊക്കെ പലപ്പോഴും 40 കിലോമീറ്ററിലൊക്കെ താഴെ മാത്രമാണ് ഈ ഷിപ്പുകളുടെ പരമാവധി വേഗത. പക്ഷെ വേഗത്തിൽ
മറ്റൊരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തേക്ക് ഈ ഷിപ്പുകൾക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. കാരണം അത് കടൽ മാർഗം, ജലമാർഗം ആണ് സഞ്ചരിക്കുന്നത്. മറ്റ് ഗതാഗത സംവിധാനങ്ങളെ പോലെയുള്ള തടസ്സങ്ങൾ ഒന്നും തന്നെ നേരിടുന്നില്ല. ഇപ്പോഴിതാ നമ്മൾ ഈ മാപ്പ് പരിശോധിക്കുമ്പോൾ തന്നെ സാൻ ഫെർണാണ്ടോ എന്ന ഷിപ്പിൻ്റെ ഡീറ്റെയിൽസുകളിലേക്ക് കൂടി നമുക്ക് കടക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോഴാണ്, അതായത് ഈ ഷിപ്പ് പുറപ്പെട്ടതുമായി ബന്ധപ്പെട്ട സമയം അടക്കം പ്രേക്ഷകർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ക്യാമറ ഇവിടേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഡിപ്പാർച്ചർ ടൈം വളരെ കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചൈനയിൽ നിന്നാണ് ഈ ഷിപ്പ് പുറപ്പെട്ടത് എന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അത് ജൂലൈ 2-ാം തീയതിയാണ് പുറപ്പെട്ടത് എന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ ടൈം അല്ല എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ ചൈനയിൽ നിന്ന് ജൂലൈ 2-ാം തീയതി പുറപ്പെട്ട ഷിപ്പ് ആണ് ഇപ്പോൾ. ഇതാ ഈ പോയിന്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഏതാണ്ട് വിഴിഞ്ഞം തുറമുഖത്തേക്ക്, ഇതാ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ആ തീരത്തേക്ക് അടുക്കുക എന്നത് മാത്രമാണ്. ആ പാതയുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ ഉൾപ്പെടെ ആണ് ഇപ്പോൾ ഇതിൽ നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു വലിയ സഞ്ചാരപഥം കടന്നാണ് ഇപ്പോൾ ഈ ഷിപ്പ് എത്തിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ദിവസങ്ങൾ നീണ്ട ഒരു യാത്ര ആയിരുന്നു ഈ കണ്ടെയ്നർ ഷിപ്പിൻ്റേത്. ആ കണ്ടെയ്നർ ഷിപ്പ് ഇപ്പോൾ അതിൻ്റെ പൊസിഷനിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ തന്നെ നമുക്ക് ഈ ഏത് തരത്തിലായിരുന്നു ഇതിൻ്റെ യാത്ര എന്നതുൾപ്പെടെയുള്ള ഡീറ്റെയിലുകളും എല്ലാം തന്നെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഷിപ്പ് കടന്നു വന്ന റൂട്ട് എങ്ങനെയായിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി നമുക്ക് ഈ മാപ്പിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ഇപ്പോൾ വീണ്ടും ആ ലൈവ് പൊസിഷനിലേക്ക് നമ്മൾ തിരികെ വരുമ്പോൾ ഇതാ തൊട്ടടുത്ത്, അതായത് വിഴിഞ്ഞം തീരത്തിന് തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നു ഷിപ്പ് എന്ന് നമുക്ക് വളരെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നിരവധി മറ്റ് ഷിപ്പുകൾ ഉൾപ്പെടെ നമുക്ക് ഒരിക്കൽ കൂടി ഈ ഇതെങ്ങനെയാണ് കടന്നു വന്നത് എന്നതിൻ്റെ റൂട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ് ശ്രീലങ്കൻ തീരം, അതായത് ചൈനയിൽ നിന്ന് എത്തുന്ന ഷിപ്പ് ശ്രീലങ്കൻ തീരം പിന്നിട്ടിരിക്കുന്നു എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. ഇതായിരുന്നു ഈ സാൻ ഫെർണാണ്ടോയുടെ കപ്പൽ പാത, അതായത് കപ്പൽ ചാൽ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് സാങ്കേതികമായി നമുക്ക് പറയാവുന്നത് ഇപ്പോൾ റോഡ് ഗതാഗതമാകട്ടെ, അല്ലെങ്കിൽ ട്രെയിൻ ഗതാഗതമാകട്ടെ, വ്യോമ ഗതാഗതമാകട്ടെ, അതിനെല്ലാം ഒരു ചാൽ ഉണ്ട്. ഏതെങ്കിലും ഒരു റൂട്ടിലൂടെ അല്ല ഇതെല്ലാം സഞ്ചരിക്കുന്നത്. വിമാനങ്ങൾ പോകുന്ന ആകാശപാതകളുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് ജലഗതാഗതത്തിന് കൃത്യമായ ഷിപ്പിന് നമുക്കറിയാം ഈ ചരക്ക് കപ്പലുകളുടെ പ്രത്യേകത എന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ഭാഗം മാത്രമല്ല ചരക്ക് കപ്പലിന്. ഇപ്പോൾ ഇതാ ഈ വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിൽ ആ ചരക്ക് കപ്പലിൻ്റെ മുകൾ ഭാഗം നമ്മൾ കാണുമ്പോൾ ഈ കപ്പലിന് അടിത്തട്ടുകളിലും റൂട്ട്, അത് അടിത്തട്ടുകളിലേക്കും പല നിലകൾ ആണ് ഉള്ളത്. അങ്ങനെ ഷിപ്പുകൾക്ക് കടന്നു വരാവുന്ന, അതായത് വളരെ കൃത്യമായി കടലിനുള്ളിലേക്ക് കൃത്യമായി പാത, അതായത് കൃത്യമായ താഴ്ചയുള്ള റൂട്ടിലൂടെ മാത്രമാണ് ഈ ഷിപ്പ് കടന്നു വരികയുള്ളൂ. അങ്ങനെ ശ്രീലങ്കൻ തീരത്തുകൂടി എപ്രകാരമാണ് ഇത് തിരുവനന്തപുരത്തേക്ക്, കന്യാകുമാരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കടന്ന് ഈ ശ്രീലങ്കൻ തീരത്ത് നിന്ന് എപ്രകാരമാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത് എന്നതിൻ്റെ മാപ്പ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രേക്ഷകരോട് പറയേണ്ടത്, ഇത്തരം മാപ്പുകൾ ഇത് പ്രേക്ഷകർക്കും നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. ന്യൂസ് 18-ലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നത് മാത്രമല്ല, കാരണം ഈ ചരക്ക് കപ്പലുകളുടെ ഒക്കെ പൊസിഷനിങ് എന്നത് വളരെ ലളിതമായി തന്നെ പ്രേക്ഷകർക്ക് സെർച്ച് ചെയ്താൽ ലഭിക്കുന്ന ഒന്നാണ്. അതൊന്ന് പ്രേക്ഷകരിലേക്ക് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സ്വപ്ന തീരത്തേക്കുള്ള സാൻ ഫെർണാണ്ടോയുടെ ഒരു യാത്രയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പങ്കുവച്ചത്. ഇങ്ങനെയുള്ള ഒരു യാത്ര, ആ യാത്രയാണ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇന്ത്യൻ തീരത്തിലേക്ക്, അത് അല്ലെങ്കിൽ കേരള തീരത്തേക്ക് സാൻ ഫെർണാണ്ടോ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നത്. ഇതാ ആ തീരം തൊട്ടിരിക്കുന്നു, അതായത് ഈ മാപ്പിൽ ഏതാണ്ട് തീരം തൊട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് വിഴിഞ്ഞം തുറമുഖത്തിന് തൊട്ടടുത്ത്, അല്ലെങ്കിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന തരത്തിലേക്ക് ഷിപ്പ് ഇപ്പോൾ എത്തുകയാണ്. എൽദോ ഇതാണ് ഈ ഒരു റൂട്ട് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്ന വിശദാംശങ്ങൾ. വീണ്ടും ആ ദൃശ്യങ്ങൾ ഒരു ഭാഗത്ത് കാണുന്നു, മറുഭാഗത്ത് എങ്ങനെയാണ് ഈ ഷിപ്പ് കടന്നു വന്നത് എന്നതുകൂടിയാണ് എൽദോ ഇപ്പോൾ നമ്മൾ ഈ വിൻഡോകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, അഭിലാഷ് KP ആണ് അതിന്റെ സഞ്ചാരപഥം, ആ ഷിപ്പിന്റെ യാത്ര അത് എത്രത്തോളം ദൈർഘ്യമേറിയതായിരുന്നു, അത് ഏത് വഴിയാണ് വന്നത്, ഇപ്പോൾ എത്ര നോട്ടിക്കൽ മൈൽ അകലെയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ ഗ്രാഫിക്കലി അത് ലൈവ് GPS സംവിധാനം വഴി തന്നെ നമ്മൾക്ക് പ്രേക്ഷകർക്ക് പങ്കുവെച്ചത് നമുക്ക് കാണാൻ കഴിയുന്നില്ലേ. ചൈനയിലെ സിയാമിൽ നിന്ന് പുറപ്പെട്ട ആ കപ്പൽ ഇപ്പോൾ തൊട്ടടുത്ത് നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളരെ അടുത്തെത്തിയിരിക്കുന്നു. കൂടുതൽ
കൂടുതൽ തെളിഞ്ഞ് വരികയാണ് സാൻ ഫെർണാണ്ടോ ഏതാണ്ട് 9 മണിയോടുകൂടി ആ ബർത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. സാൻ ഫെർണാണ്ടോ എത്തുന്നതോടുകൂടി അതൊരു ചരിത്ര നിമിഷമാകും, അടയാളപ്പെടുത്തുന്ന നിമിഷമാകും, നമ്മൾ ഉറ്റുനോക്കുന്ന നിമിഷമാകും. വിഴിഞ്ഞം അങ്ങനെ ഈ ആഗോള കണ്ടെയ്നർ വ്യവസായത്തിൻ്റെ സഞ്ചാരപഥത്തിൽ ഒരു നിർണായക സാന്നിധ്യമായി ഏടായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തെ പ്രത്യേകത. അങ്ങനെ ജൂലൈ മാസത്തിൽ നമ്മൾ ആ സന്തോഷ നിമിഷങ്ങളിലേക്ക് എത്തുകയാണ്, സന്തോഷ കാഴ്ചയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. സാൻ ഫെർണാണ്ടോ ആ കൂറ്റൻ ഭീമാകാരൻ കപ്പലിത എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 2000 കണ്ടെയ്നറുകൾ ആ കപ്പലിലുണ്ട് എന്നുള്ളതാണ്. ആ മദർഷിപ്പിൽ ഏതാണ്ട് 2000 കണ്ടെയ്നറാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ആ കൂറ്റൻ കപ്പൽ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചരിത്ര നിമിഷങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ മിഴിചുമ്മാതെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വി വിനോദ് വിഴിഞ്ഞത്ത് തുടരുന്നത്. വിനോദ് ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞ് ആ സാൻ ഫെർണാണ്ടോ ഇങ്ങനെ നമ്മുടെ ചാരയ്ക്ക് എത്തുകയാണ്. അതൊരു സന്തോഷം തന്നെയാണ്. ഒരുപാട് ചെറുവള്ളങ്ങൾ അതിന് മുന്നിലൂടെ നമുക്ക് ഫ്രെയിമിൽ കാണാമെങ്കിൽ പോലും എത്രയോ ഭീമാകാരനാണ് അവൻ, ആ സാൻ ഫെർണാണ്ടോ എന്ന് നമുക്ക് വ്യക്തമാകുന്നു ആ ദൃശ്യങ്ങളിൽ. ഏതാണ്ട് 2000-ഓളം കണ്ടെയ്നറുകൾ ഉൾപ്പെടുന്ന കൂറ്റൻ കപ്പൽ, ആ ഇത്രയും കൂറ്റൻ കപ്പലുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ടെർമിനലാണ് നമുക്കുള്ളത്, ആ ഒരു പോർട്ടാണ് നമുക്കുള്ളത് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ വഴിയാണ് നമ്മൾ ദൃശ്യമാക്കുന്നത്. എന്നാലും വിനോദ്, ഇനി എന്താണ്, എത്ര ദൂരത്ത് നിന്നാണ് ഈ ടഗ് വലിച്ച് ഈ ബർത്തിലേക്ക് കൊണ്ടുവരിക? ഇനിയും ഷിപ്പ് കുറച്ചുകൂടി അടുത്തെത്തി നങ്കൂരമിട്ട ശേഷമാണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ? എൽദോ, ഏതാണ്ട് പുലർച്ചെ രാവിലെ 4 നോട്ടിക്കൽ മൈൽ അകലം വരെ ഈ കപ്പൽ സഞ്ചരിച്ച് എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും തീരത്തേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. പുറംകടലിലാണ് കപ്പൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇന്ത്യൻ തീരത്തേക്ക് കപ്പൽ എത്തിയിരുന്നു. അതീവ സുരക്ഷയാണ് കപ്പലിന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം, ടഗുകൾ, അതായത് ഈ കപ്പൽ പുൽമുട്ടിന് പുറത്ത് എത്തിയാൽ അവിടെ നിന്ന് ടഗുകളുടെ സഹായത്തോടെ കെട്ടിവലിച്ചാണ് ഇവിടേക്ക് തീരത്തേക്ക് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ടഗുകൾ പുറകിൽ നിന്ന് നൽകുന്ന സമ്മർദ്ദം, ആ തരത്തിലാണ് കപ്പലിനെ ഈ തീരത്തേക്ക് എത്തിക്കുന്നത്. അതിനുള്ള ടഗുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഈ പുലിമുട്ട് ഉൾപ്പെടുന്ന ഈ പ്രദേശത്തായിരുന്നു ബർത്ത് ഉൾപ്പെടെ വരുന്ന ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന ടഗുകളെല്ലാം തന്നെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അത് കപ്പലിനെ സുരക്ഷിതമായി ഇനി തീരത്തേക്ക് എത്തിക്കുക, അതായത് ബർത്തിൽ അടുപ്പിക്കുക എന്ന ദൌത്യമാണ്. ഈ ടഗുകൾ നിയന്ത്രിക്കുന്ന ആ സംഘത്തിലും മലയാളികളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് 28 ജീവനക്കാരാണ് കപ്പലിലുള്ളത്. ഈ വരുന്ന കൂറ്റൻ കപ്പലിൽ 28 ജീവനക്കാരാണുള്ളത്. റഷ്യൻ സ്വദേശിയാണ് ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ. ഇതിൽ 5 ഇന്ത്യക്കാരുണ്ട്. അതിൽ തന്നെ ഒരു മലയാളിയുണ്ട്. അതായത് ഈ വരുന്ന കപ്പലിലും ഈ കപ്പൽ അടുപ്പിക്കുന്ന ടഗുകളുടെ പ്രവർത്തനങ്ങളിലുമെല്ലാം തന്നെ മലയാളികളുടെ സാന്നിധ്യമുണ്ട് എന്നത് നമുക്ക് കൂടുതൽ സന്തോഷം പകരുന്നു. നമ്മുടെ കേരളത്തിന്റെ കയ്യൊപ്പുള്ള പ്രവൃത്തികളായി ഇത് മാറുന്നു. അതെല്ലാം തന്നെ നമുക്ക് ഈ നിമിഷത്തിൽ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടുകാരും നമ്മുടെ പ്രിയപ്പെട്ടവരും എല്ലാം തന്നെ ഈ പ്രവൃത്തിയുടെ ഭാഗമായി മാറുന്നു. ഒരു ചരിത്രമാണ് ഇവിടെ പിറക്കുന്നത്. നമ്മൾ കാണുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ, ഒരുപക്ഷെ കേരളത്തിന്റെ ഇത്ര നാളത്തെ ദീർഘമായ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇനി ഉണ്ടാകുന്ന വികസന കുതിപ്പ് അത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യവസായത്തിന്റെ, ഒരു സംരംഭത്തിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കുതിപ്പായി മാറും എന്നത് നമുക്ക് എടുത്തു പറയാം. കേരളത്തിന്റെ കാലഘട്ടം, കേരളത്തിന്റെ സാമ്പത്തിക കാലഘട്ടം രണ്ടായി തിരിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് മുൻപും ശേഷവും കേരളം എന്ന രീതിയിൽ ചരിത്രം രേഖപ്പെടുത്തും എന്ന കാര്യം തർക്കമില്ലാത്തതാണ്. നമ്മൾ അതിന് സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒരു നൂറ്റാണ്ടിന്റെയെങ്കിലും ചരിത്രം നമ്മൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് പറയേണ്ടിയിരിക്കുന്നു. കാരണം എത്രയോ വർഷം മുൻപ് വിഴിഞ്ഞത്ത് ഈ തുറമുഖം എന്ന ചർച്ചകൾ തുടങ്ങിയതാണ്. അത് പല ഘട്ടങ്ങളിൽ സജീവമാവുകയും പിന്നീട് വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയും ചർച്ചകൾ തന്നെ ചർച്ചകളായി അവസാനിച്ച് ഈ പ്രവൃത്തികളിലേക്ക് പോകാത്ത സാഹചര്യം, പലപ്പോഴായി ബിഡുകൾ വിളിക്കുന്ന സാഹചര്യം, പല കമ്പനികൾ വന്നുവെങ്കിലും പല മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ആ കമ്പനികൾ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം. ഏറ്റവും ഒടുവിൽ അദാനി ഗ്രൂപ്പ് ഇതിന്റെ നിർമ്മാണ കരാർ നേടുകയും
അവർ ആ പ്രവൃത്തികളുമായി പോവുകയും PPP പ്രോജക്റ്റായി ഇത് നടപ്പാവുകയും ചെയ്യുന്നു. നമുക്കറിയാം അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചാൽ ലാൻഡോ കൊണ്ടപ്പള്ളി പോലുള്ള പല ഗ്രൂപ്പുകൾ ഇവിടേക്ക് നേരത്തെ വന്നതും അവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ മറ്റ് ചില രാജ്യങ്ങളുമായി ഈ വന്ന പല കമ്പനികൾക്കും അത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന് മുൻപാണ് ആ ചർച്ചകൾ നടന്നത്. VS-ന്റെ കാലത്തൊക്കെയും നടന്ന ചർച്ചകൾ നമുക്കറിയാം. അപ്പോഴൊക്കെയും പല രാജ്യങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഈ മറ്റ് രാജ്യങ്ങളുമായി ഈ കമ്പനികൾക്കുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകൾ ഇതെല്ലാം തന്നെ ക്ലിയറൻസിന്റെ പ്രശ്നമായി അവശേഷിക്കുകയും അങ്ങനെ അതിന് അനുമതികൾ കിട്ടുന്നതിന് പല സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വരികയും ഇതെല്ലാം തന്നെ ഇത് പല ഘട്ടങ്ങളിലായി പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ആലോചിക്കുകയും അത് ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്ന നിലയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് ഇങ്ങനെ ഒരു ചരിത്രം പിറക്കുന്നത്. രാജവംശത്തിന്റെ തലസ്ഥാനമായാണ് ചരിത്രരേഖകളിൽ വിഴിഞ്ഞത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോഴും ഇവിടെ സമുദ്ര വ്യാപാരം ഉണ്ടായിരുന്നു എന്നാണ് ഈ രേഖകളിൽ നിന്നൊക്കെയും അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു വിഴിഞ്ഞം. വളരെ പ്രൗഢഗംഭീരമായ ഒരു വാണിജ്യ മേഖലയായിരുന്നു, വളരെ സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ചരിത്രത്തിൽ വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുന്നത്. ഇപ്പോഴും പഴയ കാലത്തെ ചില വിശ്വാസ കേന്ദ്രങ്ങളുടെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഇതിനു മുൻപ് തന്നെ സമുദ്ര വ്യാപാരം നടന്ന സഞ്ചാരികൾ ധാരാളമായി എത്തിയ മറ്റ് പല രാജ്യങ്ങളുമായും വാണിജ്യപരമായി കാര്യങ്ങൾ നടത്തിയിരുന്ന ഒരു പ്രദേശമായിരുന്നു വിഴിഞ്ഞം എന്ന് നമ്മൾ ചരിത്രരേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഒരു ചരിത്രത്തിന്റെ കാലത്തിന്റെ കാവ്യനീതി തന്നെയായിരിക്കും വീണ്ടും ഒരു തുറമുഖം പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ തരത്തിൽ ഏറ്റവും ബൃഹത്തായ ഒരു മദർ പോർട്ട് അത് യാഥാർത്ഥ്യമാകുന്നു. അതിന് ഒരു ചരിത്ര കാലഘട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിയുന്നു. നമുക്ക് ഈ തൊഴിലിന്റെ ഭാഗമായൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ കാര്യങ്ങൾ അത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന, ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആ തരത്തിൽ ഇപ്പോൾ സാൻ ഫെർണാണ്ടോ എന്ന ഈ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ അത് രാജ്യത്തിന്റെ തന്നെ ചരിത്രം, പുതിയൊരു ചരിത്രം രാജ്യത്തിൽ എഴുതി ചേർക്കുകയാണ് എന്ന് പറയാം. നമുക്കറിയാം ഈ ബർത്തിലേക്ക് എത്തിക്കുക, അത് അതിനുള്ള നടപടികൾ ഈ ടഗുകളുടെ സഹായത്തോടെ ഈ മദർഷിപ്പിനെ ബർത്തിൽ എത്തിക്കുക, വളരെ വൈകാതെ തന്നെ ഇതിന്റെ ചരക്ക് ഇറക്കാം, അതായത് കണ്ടെയ്നറുകൾ തീരത്തേക്ക് ഇറക്കി വയ്ക്കുന്ന നടപടികൾ. ഇത് ട്രയൽ റണ്ണാണ്. നമ്മൾ പറഞ്ഞു ഇതിന്റെ ഒരു ട്രയൽ റൺ എന്ന നിലയ്ക്കാണ് ആദ്യത്തെ ഒരു പ്രവൃത്തികൾ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ട്രാൻസ്ഷിപ്മെന്റ് ആലോചിക്കുന്നത് കടൽ മാർഗം തന്നെയാണ്. ചെറു കപ്പലുകളിലേക്ക് ഇത് മാറ്റുകയും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക്, അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അവിടങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോവുക. അന്താരാഷ്ട്ര കപ്പൽശാലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം ശ്രീലങ്കയെ അമിതമായി ആശ്രയിക്കാതെ, ഒരുപക്ഷെ ചൈന അവിടെ കൂടുതൽ ബർത്തുകൾ, 6 ബർത്തുകൾ ഉള്ളതിൽ ചൈനയ്ക്ക് വലിയ ആധിപത്യമുണ്ട്. ചൈന അവിടെ ബർത്തുകൾ നിയന്ത്രിക്കുമ്പോൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഒരു ബർത്തുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശ്രീലങ്കയെ ആശ്രയിക്കാതെ നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നിൽ ഇത്രയും വലിയ ഒരു തുറമുഖം വരുമ്പോൾ ഇന്ത്യക്ക് ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതി ഇറക്കുമതി ആ വ്യാപാരത്തിൽ സമുദ്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട ഈ മേഖലകളിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നു. നമ്മൾ സ്വയം പര്യാപ്തരാകുന്നു. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ അന്താരാഷ്ട്ര കപ്പൽശാലയോട് ചേർന്ന് നമുക്ക് സ്വന്തമായി ഒരു തുറമുഖം, അത് മദർ പോർട്ട് എന്നത് തന്നെ ഇന്ത്യയിലുള്ള മറ്റേത് തുറമുഖത്തേക്കാൾ സ്വാഭാവിക ആഴമുള്ള 20 മീറ്ററോളം ആഴമുള്ള എത്ര വലിയ, ഇതുവരെ ലോകത്ത് ഉള്ളതിൽ എത്ര വലിയ മദർ ഷിപ്പായിരുന്നാലും ഇവിടെ എത്തിയാൽ അതിന് നങ്കൂരമിടാൻ കഴിയുന്ന തരത്തിലുള്ള ബെർത്താണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. അത്രയും സ്വാഭാവികമായ ആഴമുള്ള സ്ഥലമാണ് വിഴിഞ്ഞം. മാത്രമല്ല ഡ്രഡ്ജിംഗ് എന്ന കാര്യം ഇവിടെ വേണ്ടിവരുന്നില്ല. വിഴിഞ്ഞത്ത് ഈ ആഴമുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ അടിത്തട്ടിലുള്ളത് പാറയാണ്. അതുകൊണ്ട് തന്നെ ഈ പാറ നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ മണ്ണ് നീക്കം ചെയ്യുന്നു. തുടർച്ചയായി മണ്ണ്, ഇപ്പോൾ വല്ലാർപാടത്തൊക്കെയും നമ്മൾ കാണുന്നത് അവിടെ സ്ഥിരമായി ഡ്രഡ്ജിംഗ് വേണ്ടിവരും. അവിടെ ഈ അടിയുന്ന മണ്ണ് നീക്കം ചെയ്യുന്നതിന് തന്നെ വലിയ പ്രവൃത്തികളും അതിനുവേണ്ടി ചെലവഴിക്കുന്ന തുകയുമൊക്കെയുമുണ്ട്. അങ്ങനെ ഒന്നും ഇവിടെ ആവശ്യമില്ല എന്നതാണ്. ഡ്രഡ്ജിങ്ങിന്റെ സാധ്യത പോലുമില്ല. കാരണം മണ്ണടിയുന്ന ഒരു സാഹചര്യമില്ല. സ്വാഭാവിക ആഴമുള്ള അടിത്തട്ട് പാറയായ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് സുഗമമായി വന്നു പോകുന്നതിന് മറ്റ് തടസ്സമില്ല. ഇപ്പോഴുള്ള 3 മീറ്റർ
പുലിമുട്ടാണ്. ബ്രേക്ക് വാട്ടറായി ഇവിടെ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് 3 മീറ്ററിലാണ് പുലിമുട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇത് രണ്ടാം ഘട്ടത്തിൽ 4 മീറ്റർ എന്നതിലേക്ക് പോകും. 800 മീറ്റർ ബെർത്ത് ഇപ്പോൾ 2 മദർഷിപ്പുകൾക്ക് ഇവിടെ തീരത്ത് അടുക്കാവുന്ന തരത്തിലാണ്, ക്രെയിനുകൾക്ക് സമീപം ചേർന്ന് നിൽക്കാവുന്ന തരത്തിലാണ് 800 മീറ്റർ ബെർത്ത് ഉള്ളത്. ഈ 800 മീറ്റർ ബെർത്ത് 2 കിലോമീറ്ററിലേക്ക് പോവുകയാണ്. അതായത് 4 കിലോമീറ്റർ പുലിമുട്ടും 2 കിലോമീറ്റർ ബെർത്തും. ഈ പുലിമുട്ടിന്റെ നീളം 4 കിലോമീറ്റർ ആയി നിൽക്കുന്നത് നമുക്കറിയാം. തീരത്തേക്ക് കടൽത്തിര ശക്തമായി വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരക്ഷണ ഭിത്തിയാണ് നമ്മളിവിടെ പുലിമുട്ട് അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് തീരത്തേക്ക് തിര ശക്തമായി അടിച്ച് വരാതിരിക്കാനാണ്. അതിന് 4 കിലോമീറ്റർ ദൂരവും അതിന് സമാന്തരമായി തന്നെ അതിന്റെ പകുതി ദൂരത്തിൽ 2 കിലോമീറ്റർ ദൂരത്തിൽ ബെർത്തും. അങ്ങനെയെങ്കിൽ കൂടുതൽ കപ്പലുകൾക്ക്, ഏതാണ്ട് 4ലധികം കപ്പലുകൾക്ക് ഇവിടെ വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടാകും. കൂടുതൽ കപ്പലുകൾ എത്തുന്നതോടെ ഏതാണ്ട് 30,000 കണ്ടെയ്നറുകൾ ഇവിടെ സൂക്ഷിക്കാനുള്ള സംവിധാനമാണുള്ളത്. ഇവിടെ ഒരു സമയത്ത് 30,000 കണ്ടെയ്നറുകൾ ഈ യാർഡിൽ സൂക്ഷിക്കാൻ കഴിയും. നമുക്കറിയാം ഇന്ന് വരുന്നതിൽ 2,000 കണ്ടെയ്നർ മാത്രമാണ്. ഒരുപക്ഷെ 1960 ആ തരത്തിലുള്ള ഒരു എണ്ണം കണ്ടെയ്നറുകൾ, ഏതാണ്ട് 2,000-ഓളം കണ്ടെയ്നറുകളാണ് ഇവിടെ ഇറക്കുന്നത്. പക്ഷേ 30,000 കണ്ടെയ്നർ ഒരു സമയം സൂക്ഷിക്കുന്നതിനുള്ള ശേഷി ഇവിടെ ഉണ്ട്. 10 ലക്ഷം കണ്ടെയ്നറുകളുടെ നീക്കമാണ് ഒരു വർഷം ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിലുള്ള വലിയൊരു വ്യവസായം, ആ തരത്തിലുള്ള ഒരു വാണിജ്യ സാധ്യത, ഇതാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു 6,000 കോടി രൂപ എന്നതിലേക്കാണ് ഈ പദ്ധതിയുടെ ആലോചന നടക്കുന്നത്. നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം കപ്പൽ കൂടുതൽ ഈ പുലിമുട്ടിന് അടുത്തേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞു വന്നത് 6,000 കോടി രൂപയുടെ ഒരു പദ്ധതി എന്ന നിലയ്ക്ക് ആലോചിച്ച് ചെയ്ത് തുടങ്ങിയ ഒരു പ്രവൃത്തിയാണ്. പക്ഷേ ഇപ്പോൾ അത് 8,500 കോടി രൂപയ്ക്ക് അടുത്തെത്തിയിരിക്കുന്നു. കാരണം 5 വർഷത്തെ കാലതാമസം, മുൻ നിശ്ചയിച്ചതിൽ നിന്നും 5 വർഷം ഈ പദ്ധതി ആദ്യഘട്ടം പൂർത്തിയാക്കുന്നതിന് കാലതാമസമുണ്ടായി. അതിന് പല കാരണങ്ങളുണ്ട്. പ്രളയമുണ്ട്, കോവിഡിന്റെ ഒരു പശ്ചാത്തലമുണ്ട്, കാലാവസ്ഥ അനുകൂലമല്ലാതെ പോയ സമയമുണ്ട്. അതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഈ ഓഖിയൊക്കെ ഉണ്ടായ സമയം, ആ സമയത്തൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ പാറക്കല്ലിന്റെ ക്ഷാമം ഉണ്ടായി. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ പാറ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അതിനായി വേണ്ടി വന്ന കാലതാമസം, അതിന്റെ നടപടികൾ, സാങ്കേതികമായ നടപടികൾ പൂർത്തിയാക്കുന്നതിന് അവിടെ ഉണ്ടായ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പാറ കൊണ്ടുവരാനുള്ള നീക്കം തുടങ്ങിയപ്പോൾ തമിഴ്നാടിന്റെ പല മേഖലകളിലും പ്രതിഷേധമുണ്ടായിരുന്നു. അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരുടെ സമരമുണ്ടായിരുന്നു. അങ്ങനെ പലവിധ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ 1ാം ഘട്ടം പൂർത്തിയാകുന്നത്. അത് ഈ തരത്തിൽ പൂർത്തിയാകുമ്പോൾ 2ാം ഘട്ടം തന്നെ ഈ വർഷം തുടങ്ങുന്നതിനാവശ്യമായ നടപടികൾ അത് ഇതിനകം ഈ വർഷം തന്നെ 2ാം ഘട്ടത്തിനുള്ള നടപടികളിലേക്ക് പോകും. ഏതാണ്ട് 9,000 കോടി രൂപയാണ് 2ാം ഘട്ട നിർമ്മാണത്തിനായി പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏതാണ്ട് 5,000 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവിടേണ്ടതുണ്ട്. അത് റിംഗ് റോഡുണ്ട്, അതോടൊപ്പം തന്നെ റെയിൽ കണക്ടിവിറ്റി, അതിനുവേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന്റെ സർവേ നടപടികൾ, ഏതാണ്ട് വിഴിഞ്ഞത്ത് നിന്ന് ബാലരാമപുരം വരെ 11 കിലോമീറ്റർ നീളുന്ന ഭൂഗർഭ റെയിൽ പാത ആവശ്യമുണ്ട്. അതിൽ തന്നെ 9 കിലോമീറ്ററാണ് ഈ ഭൂമിക്ക് അടിയിലൂടെ പോകുന്നത്. അതിന്റെ സർവേ നടപടികൾ പൂർത്തിയായി അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു എന്ന വിവരമാണ് ഔദ്യോഗികമായി നമുക്ക് നൽകുന്നത്. പക്ഷേ അതിന്റെ പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെ നൽകേണ്ടതുണ്ട്. അവിടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ വയൽ പ്രദേശമാണ്. വിഴിഞ്ഞത്ത് നിന്ന് നമ്മൾ ബാലരാമപുരം പ്രദേശത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്ന് വെങ്ങാനൂരാകട്ടെ, അല്ലെങ്കിൽ പള്ളിച്ചലാകട്ടെ, പെരിങ്ങമലയാകട്ടെ, വെണ്ണിയൂരാകട്ടെ, അങ്ങനെ ഈ ഇവിടെ നിന്ന് ബാലരാമപുരത്തേക്കുള്ള ഒരു പ്രദേശം നോക്കുമ്പോൾ ഈ പറയുന്ന മേഖലകളെല്ലാം ഒരു ബെൽറ്റ് പോലെ കാർഷിക മേഖലയാണ്. അവിടെ ദീർഘദൂരത്തിൽ കൃഷി നടക്കുന്ന വെള്ളായണി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അവിടെ ഈ ഒരു വികസനം കൊണ്ടുവരുമ്പോൾ കൃഷി നശിച്ചു പോകരുതെന്നൊരു ആശയം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂഗർഭ റെയിൽപാത എന്ന ആശയം വരുന്നത്. അതായത് മുകളിൽ നടക്കുന്ന ഒരു പ്രവൃത്തികൾക്ക് തടസ്സം വരാതെ ഭൂമിക്കടിയിലൂടെ ഈ പാത കൊണ്ടുപോവുക എന്നതാണ് ലക്ഷ്യം. എന്തോ റൈറ്റ്. സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ ഇതാ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ, ദൃശ്യങ്ങളാണ് വി വിനോദ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം വളരെ മങ്ങിയ
ഒരു രീതിയിലായിരുന്നു കപ്പൽ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ അടുത്ത് തെളിഞ്ഞു വരികയാണ്. ആ പുലിമുട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കപ്പൽ എന്നുള്ളതാണ്. ഇനി ആ കപ്പൽ അത് വലിയ ടഗുകൾ കൊണ്ട് വലിച്ച് ബർത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത ദൗത്യം. അതിനൊക്കെ നേതൃത്വം നൽകാൻ മലയാളികളുണ്ട് എന്നുള്ളതാണ്. ഉത്തരേന്ത്യക്കാരനായിട്ടുള്ള കനിത്കറാണ് അദ്ദേഹത്തെ അതിന് നേതൃത്വം നൽകുന്നതെങ്കിൽ പോലും അതിൻ്റെ സഹ ക്യാപ്റ്റൻ മലയാളിയാണ്. ഈ കപ്പലിലും ഈ മദർഷിപ്പിലുമുണ്ട് മലയാളി പ്രജീഷ്. അങ്ങനെ നിരവധിയായിട്ടുള്ള മലയാളി സാന്നിധ്യം കൊണ്ടും ഈ ചരിത്ര ദൗത്യം ശ്രദ്ധേയമാവുകയാണ്. എന്നാൽ നമുക്ക് അതിവേഗത്തിൽ നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകാം. കൂടുതൽ കാഴ്ചകളിലേക്കൊക്കെ മടങ്ങിയെത്തും മുമ്പ് സാൻ ഫെർണാണ്ടോ ഇങ്ങ് അടുത്ത തീരത്തേക്ക് എത്തും മുമ്പ് നമുക്ക് മടങ്ങിയെത്താം. ചെറിയ ഇടവേള. അധ്യാപനം വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് സഭയിൽ റൂൾ 300 പ്രകാരം അറിയിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി കാലടി ശങ്കര കോളേജിലെ വിദ്യാർത്ഥിനികളുടെ ചിത്രം ഫേസ്ബുക്ക് ഓസ്ട്രേലിയൻ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതി രോഹിത് അറസ്റ്റിൽ. കാലടി പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നേരത്തെ കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ച നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. വാട്സപ്പ് സ്റ്റാറ്റസിൽ പങ്കുവച്ച ചിത്രമാണ് രോഹിത് അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചത് എന്ന് പരാതിക്കാരിൽ ഒരാൾ ന്യൂസ് 18നോട് പറഞ്ഞു. എൻ്റെ പരാതി എന്ന് പറയുന്നത് ജൂലൈ 4-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അന്ന് എൻ്റെ റൂംമേറ്റ്സ് 2 പേര് സ്റ്റോറി ഇട്ട 2 ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇയാൾ FBയിലെ വിദ്യായങ്കർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലൂടെ ഇൻസെസ്റ്റ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 80+ കണ്ടന്റുള്ള അഡൾട്ട് പേജിലേക്ക് ഷെയർ ചെയ്ത് അങ്ങനെ അത് പിറ്റേ ദിവസം ഈ കോളേജിൽ തന്നെ വേറൊരു കുട്ടി എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അയച്ചു കൊടുത്തിട്ട് അവൻ വഴിയാണ് ഞാനിങ്ങനെ FBയിൽ ഇങ്ങനെ എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ കൂടുതലായിട്ട് എൻ്റെ റൂംമേറ്റ്സിൻ്റെ തന്നെ സ്റ്റോറിയാണ് ഫോട്ടോ എടുത്തതെന്ന് മനസ്സിലായപ്പം അത് രണ്ടും വെച്ചിട്ട് കോമൺ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ എടുത്ത് നോക്കി കൂടുതലായിട്ട് അത് അന്വേഷിച്ചപ്പോഴാണ് ഈ ആളാണെന്ന് മനസ്സിലായത്. അങ്ങനെ ആണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, രോഹിത് ആള് ചില്ലറക്കാരനല്ല. കൂടെ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ചിത്രം ഇങ്ങനെ പങ്കുവയ്ക്കുന്ന രോഹിത്തിൻ്റെ മാനസിക നില പരിശോധിക്കണം. എന്താണെങ്കിലും ഈ SFI നേതാവിൻ്റെ കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ചതൊക്കെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഇത് മറ്റൊരു പരാതിയിലാണോ അറസ്റ്റ്, അതോ ആദ്യം ഉന്നയിക്കപ്പെട്ട അതേ കേസിൽ തന്നെയാണോ? എൽദോ പറഞ്ഞത് തന്നെയാണ്, രോഹിത്തിന്റെ ഒരു മാനസിക വൈകല്യം അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വന്തം സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ ഫോട്ടോകൾ ഇങ്ങനെ അശ്ലീല സൈറ്റുകളിൽ ഇടാനുള്ള പിന്നിലുള്ള ഒരു മാനസികാവസ്ഥ അതെന്താണെന്ന് ഇപ്പോഴും പിടികിട്ടുന്നില്ല. എന്തായാലും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായപൂർത്തിയാകാത്ത സഹോദരിയുടെ ഫോട്ടോ ഇതേപോലെ ഒരു അശ്ലീല സൈറ്റിൽ കണ്ടെത്തി ഇതിനെ തുടർന്ന് നടത്തിയ പരാതിയിലാണ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ രോഹിത്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ പ്രതിപക്ഷ നേതാവടക്കം സഭയിൽ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ കാലടിയിൽ രോഹിത്തിന്റെ വിഷയം ഉന്നയിച്ചു. ഇവരെ പോലും, അതായത് ഇത്തരത്തിൽ വലിയ നമ്മുടെ മക്കളെന്ന് കരുതുന്ന നമ്മുടെ മക്കളുടെ പ്രായമുള്ള പെൺകുട്ടികളുടെ ചിത്രങ്ങൾ അശ്ലീല സൈറ്റുകളിൽ ഇടുന്ന വീരനെ പോലും ഇവിടെ ആദരിക്കുന്ന അല്ലെങ്കിൽ അവനെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരും പോലീസുമാണ്. അത് പ്രത്യേകിച്ച് SFI പ്രവർത്തകനും കൂടിയാണെങ്കിൽ സർക്കാരും പോലീസും അവനെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നതെന്ന് വലിയ വിമർശനം തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇന്നലെ നിയമസഭയിൽ ഉന്നയിച്ചത്. ഇതൊക്കെ കൊണ്ടായിരിക്കും എന്തായാലും പോലീസ് കേസെടുക്കാൻ തീരുമാനിച്ചത്. ആദ്യം ഇപ്പോൾ നമ്മൾക്ക് കേട്ട ഈ ശബ്ദം അത് ആ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയുടെ ഐഡന്റിറ്റി നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. ഈ പെൺകുട്ടി കാലടി പോലീസിന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അന്വേഷണത്തിൽ രോഹിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും രോഹിത്തിന്റെ ഫോൺ പരിശോധിക്കുകയും ചെയ്തു. ആ പരിശോധനയിൽ 20ഓളം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ അശ്ലീല സൈറ്റുകളിൽ രോഹിത്ത് അപ്ലോഡ് ചെയ്യുകയും അതിന്റെ താഴെ മോശമായിട്ടുള്ള അടിക്കുറിപ്പുകൾ ഇടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിന് കൃത്യമായി മനസ്സിലായി. അതിനുശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു നടപടിയാണ് കാലടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് വലിയ പ്രതിഷേധം തന്നെയാണ് KSUവും ഒപ്പം ഫ്രട്ടേണിറ്റി പ്രവർത്തകരുടെയും മറ്റ് കോളേജിലെ മറ്റ് വിദ്യാർത്ഥികളുടെയും ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ, അതായത് ഈ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ സഹോദരി, ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, ആ കുട്ടിയുടെ ഫോട്ടോയും ഇത്തരത്തിൽ അശ്ലീല സൈറ്റിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആ വിദ്യാർത്ഥി കൊണ്ട് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ രോഹിത്തിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്താൻ
തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ രോഹിത് അത് ഏത് മാനസികാവസ്ഥയിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ മോശമായ രീതിയിൽ ഉപയോഗിക്കുക എന്നത് മനസ്സിലാകുന്നില്ല. ഇപ്പൊ നമ്മുടെ പരാതിക്കാരി പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ ബർത്ത്ഡേക്ക് സുഹൃത്തുക്കൾ വാട്സപ്പ് സ്റ്റാറ്റസായി ഫോട്ടോ വിഷ് ചെയ്തിരുന്നു. ആ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് രോഹിത് ഇത്തരത്തിൽ അശ്ലീല സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്തത്. അതോടൊപ്പം ഈ ഫേസ്ബുക്കുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉള്ള ഈ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫോട്ടോ ഇത്തരത്തിൽ അശ്ലീല സൈറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും SFI വിദ്യാർത്ഥി അല്ല രോഹിത് എന്നുള്ളൊരു വാദവുമായാണ് SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ലോക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ ഈ കാലടിയിലെ തന്നെ മറ്റ് ഈ CPM-ന്റെ പ്രവർത്തകർ പറയുന്നുണ്ട് ഈ രോഹിത് SFI-കാരൻ തന്നെയാണ്, SFI-യിൽ പ്രവർത്തിച്ച കോളേജിലെ സജീവ പ്രവർത്തകനായിരുന്നു എന്ന് ഈ കോളേജിലുള്ളവരും അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികളും ഒക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ നേതൃത്വം പറയുന്നത് രോഹിത് SFI-കാരനല്ല. എന്തായാലും SFI-കാരനല്ല എന്ന് പറഞ്ഞതോടുകൂടി ഇതിൽ നിന്നും തലയൂരാനുള്ളൊരു നീക്കമാണ് SFI-കാരുടെയും ആർഷയുടെയും ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ എന്തായാലും ഈ രോഹിത്തിന്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി തെളിയിക്കുന്നത് SFI പ്രവർത്തകൻ തന്നെയാണ്. SFI-യുടെ കൊടിയൊക്കെ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയൊക്കെ തന്നെയാണ് ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം കോളേജിലെ സജീവ പ്രവർത്തകനാണെന്ന് വിദ്യാർത്ഥികളും ശരിവെക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംരക്ഷിക്കുന്ന ഒരു നടപടിയിൽ നിന്നും മാറി ഒരു കസ്റ്റഡിയിലേക്കുള്ള ഒരു രീതിയിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇനിയും ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തുക, അതാണ് നമുക്കിനി ഏറെ ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും പോലീസ് ഒരു നിസ്സാര വകുപ്പൊക്കെ ചുമത്തി ഈ ജാമ്യത്തിൽ വിടാനുള്ള ഒരു നീക്കമാണോ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, ഈ വിദ്യാർത്ഥികളുടെ ഒക്കെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കമാണോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത്. എൽദോ റൈറ്റ്, നമുക്ക് നോക്കാം. എന്താണെങ്കിലും കൂടുതൽ SFI ബന്ധം എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും അത്തരത്തിലില്ല എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ വിശദീകരണം. പക്ഷെ അപ്പോൾ ഒരു സ്റ്റാറ്റസോ അല്ലെങ്കിൽ SFI കൊടി പിടിച്ചുകൊണ്ട് അങ്ങനെ ആവണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ കഴിയുകയുമില്ല. പക്ഷേ നമുക്ക് ആ ക്യാമ്പസിലെ മറ്റു കുട്ടികൾ പറയുന്നതിനെ നമുക്ക് ആശ്രയിക്കാം. നോമി ദിനേശാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തയിലേക്ക് പോയാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയിൽ പോലീസ് കേസെടുത്ത കൊച്ചി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗത്തിന് പിന്തുണയുമായി ഇടത് സംഘടന. സംഭവത്തിൽ ബോധപൂർവമായ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് അധ്യാപക സംഘടനയുടെ നിലപാട്. എന്നാൽ വിദ്യാർത്ഥിനിയുടെ പരാതിയെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് AYF ആവശ്യപ്പെട്ടു. കൊച്ചി സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ജോലി ചെയ്യുന്ന സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടറും സിൻഡിക്കേറ്റ് അംഗവുമായ PK ബേബിക്കെതിരെയാണ് വിദ്യാർത്ഥിനി പരാതി നൽകിയിട്ടുള്ളത്. നിലവിൽ കളമശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാർച്ചിൽ നടന്ന കുസാറ്റ് കലോത്സവത്തിനിടെ PK ബേബി തന്നെ കയറി പിടിച്ചുവെന്ന പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ബേബിയുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും പരാതി ഉന്നയിച്ചപ്പോൾ തന്നെ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചിരുന്നുവെന്നുമാണ് അധ്യാപക സംഘടന ഇപ്പോൾ പറയുന്നത്. വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ബേബിയെ ആക്രമിച്ച ഗുണ്ടകൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ രേഖാമൂലം പോലീസിൽ പരാതി നൽകി. എന്നാൽ ബേബിക്കെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കർശന നടപടികളിലേക്ക് നീങ്ങണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും AYF ജില്ലാ സെക്രട്ടറി KR റനീഷ് പറഞ്ഞു. PK ബേബിക്കെതിരെ നിരവധിയായ ആരോപണങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളത്. കൊച്ചി സർവകലാശാലയിലെ നോൺ ടീച്ചിങ് വിഭാഗത്തിൽപ്പെടുന്ന PK ബേബി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തിക കൈക്കലാക്കിയതിനെതിരെ AIVF അടക്കമുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ നിരവധിയായ പ്രക്ഷോഭങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളീയ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പവിത്രത നഷ്ടപ്പെടാതിരിക്കാൻ ഇത്തരം കള്ളനാണയങ്ങളെ സംരക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് AIVF-ന്റെ നിലപാട്. വിദ്യാർത്ഥിനി നൽകിയിട്ടുള്ള പരാതിമേൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് AIVF ആവശ്യപ്പെടുന്നത്. അനധ്യാപക തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ബേബിയെ അസിസ്റ്റന്റ് പ്രൊഫസറിന് തുല്യമായ അധ്യാപക തസ്തികയിലേക്ക് നിയമിച്ചത് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 2 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. നെയ്യാറ്റിൻകര കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസികളായിട്ടുള്ള 2 പേർക്കാണ് കോളറ ബാധ. നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇരുവരും. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരന് കഴിഞ്ഞ ദിവസം കോളറ സ്ഥിരീകരിച്ചിരുന്നു. നഗരസഭാ പരിധിയിലെ ഹോട്ടലുകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തിവരികയാണ് എന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി.
ഇനി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോഴിക്കോടിൽ ആശങ്ക പരത്തിയ ഒന്നായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോടിന് പിന്നാലെ തൃശ്ശൂരിലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇത്തരമൊരു സ്ഥിരീകരണം വന്നതോടുകൂടി. തൃശ്ശൂർ പാടൂർ സ്വദേശിയായിട്ടുള്ള 7ാം ക്ലാസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിക്ക് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകുകയാണ്. അവിടെ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. നവമി ദിനേശ്, നവമി, എന്താണ് ഹോസ്പിറ്റലിൽ നിന്നുള്ള അറിയിപ്പ്? എന്താണ് പറയുന്നത്? കുട്ടി പൂർണ്ണമായിട്ടും ആരോഗ്യവാനായി തന്നെ ഇരിക്കുകയാണോ? എൽദോ, തൃശ്ശൂരിൽ ആദ്യമായാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. ഇതിനെ തുടർന്ന് കുട്ടിയെ എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. ആദ്യം ICUവിലായിരുന്നു. പക്ഷേ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അത് അത്ര തീവ്രമല്ലാത്ത ഒരു വകഭേദമാണ് ഈ കുട്ടിയെ ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ICUവിൽ നിന്നും കുട്ടിയെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൽ നിന്നും വ്യക്തമാക്കുന്നത്. എന്തായാലും അത് വലിയ ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന വാർത്തയാണ്. ആദ്യം ഈ കോഴിക്കോടായിരുന്നു ഈ ഒരു രോഗം സ്ഥിരീകരിച്ചത്. പിന്നീട് സംസ്ഥാനത്ത് 2 മാസത്തിനിടെ 3 കുട്ടികൾക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ജീവൻ നഷ്ടപ്പെട്ടത്. ഫറോക്ക് സ്വദേശിയായ 13 വയസ്സുകാരൻ മൃദുൽ ദിവസങ്ങൾക്ക് മുൻപാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു മരണം. ഇത് ഒരു വീട്ടിനടുത്തുള്ള കുളത്തിൽ കുളിച്ചതാണ് ഈ രോഗബാധ പിടിപെടാൻ കാരണമെന്ന് പിന്നീട് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ജൂൺ അവസാനമാണ് കണ്ണൂർ സ്വദേശിയായ 13-കാരി ദക്ഷിണ ഈ രോഗം സ്ഥിരീകരിക്കുകയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പിന്നീട് മരിച്ചു പോവുകയും ചെയ്തത്. ഈ ദക്ഷിണ മൂന്നാറിലേക്ക് പഠനയാത്ര പോയപ്പോൾ അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിരുന്നു. അങ്ങനെ നിന്നാണ് ഈ രോഗം പിടിപെട്ടതെന്ന് മനസ്സിലാക്കിയിരുന്നു. പിന്നീട് മലപ്പുറം മുന്നിയൂർ സ്വദേശി 5 വയസ്സുകാരി മെയ് മാസത്തിൽ മരിക്കുകയും ചെയ്തു. കടലുണ്ടിപ്പുഴയിൽ കുളിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം രോഗം പ്രകടിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൃത്യമായിട്ടുള്ള ക്ലോറിനേഷൻ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള നടപടികളൊന്നും സ്വീകരിക്കാത്തതാണ് ഇത്തരത്തിലൊരു രോഗം പിടിപെടാൻ കാരണമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തൃശ്ശൂരിൽ ആദ്യമായാണ് ഈ ഒരു രോഗം പിടിപെടുന്നത്. പക്ഷെ അത്ര ഭയപ്പെടേണ്ടതല്ല, വകഭേദമാണ്. അതുകൊണ്ട് ഈ 7 വയസ്സുകാരന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമൃത ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അതായിട്ട് എന്തായാലും കുഞ്ഞിൻ്റെ ആരോഗ്യനില അത് തൃപ്തികരമാണ് എന്നുള്ളതാണ് വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ട എന്ന് തോന്നുന്നു. PSC കോഴ ആരോപണത്തിൽ CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി പാർട്ടിക്ക് ഉടൻ വിശദീകരണം നൽകിയേക്കും. പ്രമോദിന്റെ വിശദീകരണം പരിശോധിച്ച ശേഷമാകും തുടർ നടപടികൾ. വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ പ്രമോദിനെതിരെ നടപടിയുണ്ടാകും. മറ്റന്നാൾ ചേരുന്ന ജില്ലാ കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിൽ ജില്ലാ നേതൃത്വത്തോട് ഈ വിഷയത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അതിൽ വ്യക്തതയില്ല, പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു P. മോഹൻ ഉൾപ്പെടെയുള്ള ഒരു മറുപടി. എന്നാണെങ്കിലും അതിൽ ഇപ്പോൾ വിശദീകരണം തേടിയതായിട്ട് നമുക്ക് ഇന്നലെ മുതൽ ലഭ്യമായിട്ടുള്ള വിവരമാണ്. ഈ വിശദീകരണത്തിൽ അത് തൃപ്തി ജില്ലാ നേതൃത്വം പ്രകടിപ്പിച്ചില്ല എങ്കിൽ പാർട്ടി നടപടി നേരിടാനുള്ള സാധ്യതയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എന്നാലും കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി ഇന്നലെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഇരിക്കുമ്പോൾ ആവശ്യം ഉന്നയിച്ചിരുന്നു. MS അനീഷ് കുമാർ ചേർന്നു വിവരങ്ങളും. അനീഷ്, ഏറ്റവും ഒടുവിൽ വിശദീകരണം തേടാനുള്ള നീക്കങ്ങളിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ വിശദീകരണം നൽകുമ്പോൾ അതിൻ്റെ ഈ തൃപ്തികരമല്ല എങ്കിൽ അതിൽ ഒരു കൃത്യമായിട്ട് നടപടി സ്വീകരിക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അതുവരെ ജില്ലാ നേതൃത്വം എടുത്ത ഒരു ന്യായീകരണ നിലപാടിൽ നിന്നുള്ള ഒരു മാറ്റം അത് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഒരു നടപടിയിലേക്ക് തന്നെ CPM ഇക്കാര്യത്തിൽ പോകുന്നു എന്നാണ് നമുക്ക് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പുറത്തു വന്ന രീതിയിൽ PSC അംഗത്വത്തിനായി കോഴ വാഗ്ദാനം എന്ന രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. മറിച്ചൊരു ജോലി തട്ടിപ്പ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് പാർട്ടി വിശദീകരണം അല്ലെങ്കിൽ പാർട്ടി പറയുന്നത്. ഇക്കാര്യത്തിൽ പ്രമോദ് കോട്ടൂളിയുടെ വിശദമായ വിശദീകരണം പാർട്ടി തേടിയിരിക്കുന്നു. പ്രമോദ് അതിന് മറുപടി നൽകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ വെച്ച് ഈ വിഷയം ചെറുതായി ചർച്ചയ്ക്ക് വരികയും ഇക്കാര്യത്തിൽ വിശദമായ ഒരു ചർച്ച പിന്നീട് 13-ന് പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് നടത്തുമെന്ന് സെക്രട്ടറി ആ യോഗത്തിൽ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിക്ക്
വിശദീകരണം ഇപ്പോൾ പ്രമോദ് കോട്ടൂളി നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രമോദ് കോട്ടൂളിയുടെ വിശദീകരണം ജില്ലാ കമ്മിറ്റി യോഗം വിശദമായി ചർച്ച ചെയ്യും. അതിനുശേഷമാവും ഏത് തരത്തിലുള്ള നടപടിയാവും വേണ്ടതെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പുറത്തു വരുന്ന വാർത്തകൾക്കനുസൃതമായല്ല, മറിച്ച് ചില തെറ്റായ പ്രവണതകൾ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന വിലയിരുത്തൽ കൃത്യമായി തന്നെയുണ്ട്. ആദ്യം മാധ്യമങ്ങളുടെ വാർത്തകൾക്കപ്പുറം ഈ പാർട്ടി ഒരു തെറ്റുതിരുത്തൽ നടപടികളിലൂടെ മുന്നോട്ട് പോകുന്ന സമയമായതുകൊണ്ട് തന്നെ നടപടിയെടുത്ത് മുന്നോട്ട് പോകണം എന്ന ഒരു വികാരമാണ് ജില്ലാ കമ്മിറ്റി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഉള്ളത്. ഇന്നലെ MV ഗോവിന്ദൻ മാഷ് കോഴിക്കോട് ഉണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ശക്തമായ നടപടി എടുക്കണം എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായി പരിശോധിക്കാൻ പാർട്ടി ഒരുങ്ങുന്നു. ഒരുപക്ഷെ ഇന്ന് പ്രമോദ് കോട്ടൂളി തന്റെ മറുപടി നൽകിയേക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിനുശേഷം മറ്റന്നാളാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേരാൻ ഇരിക്കുന്നത്. എൽദോ. ശരി, എന്നാലും പ്രമോദ് കോട്ടൂളിയുടെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടിയിലേക്ക് നീങ്ങാൻ പാർട്ടി നിർബന്ധിതരാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീറ്റ് UG പുനഃപരീക്ഷയിൽ ഇന്ന് സുപ്രീം കോടതി ഉത്തരവിറക്കിയേക്കും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായിട്ടുള്ള JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച ഒറ്റപ്പെട്ട സംഭവമാണെന്നും വ്യാപക ചോർച്ച ഉണ്ടായിട്ടില്ല എന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പണിക്കർ റോഡ് ഫ്ളാറ്റിൽ നിന്നും താമസക്കാരെ ഉടൻ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ആവശ്യമുയരുകയാണ്. മഴ കനത്തോടുകൂടി ഫ്ളാറ്റിന്റെ വിവിധ ഭാഗങ്ങൾ ഇടിയുന്നതിന്റെ ആക്കം അത് കൂടി. മേൽക്കൂരയും ഭിത്തിയും തമ്മിൽ ചിലയിടങ്ങളിൽ വേർപെട്ട അവസ്ഥ പോലുമുണ്ട്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട്. ഒരാഴ്ച മുൻപാണ് താഴത്തെ നിലയിൽ താമസിക്കുന്ന വയോധികയുടെ ഫ്ളാറ്റിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണത്. ആയിഷുമ പുറത്തേക്കിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. എന്നാൽ രണ്ടാം നിലയിലുണ്ടായ ഇടിച്ചിലിൽ അടുക്കളയുടെ ഒരു ഭാഗം ഒന്നാകെയാണ് താഴേക്ക് വന്നത്. ഭിത്തിയുടെയും മേൽക്കൂരയുടെയും ഇടയ്ക്ക് വിള്ളലുമുണ്ടായി. അടുക്കള പോയപ്പോ എന്റെ മേത്തെ തട്ടാത്തത് എന്തോ ഒരു ഭാഗ്യം. അങ്ങനെ വീണതാണ്. അതൊരു വലിയ കഷ്ണമാണല്ലോ താഴോട്ട് വന്നത്. വലിയ കഷ്ണങ്ങള് ഒന്നായിട്ട് ഇങ്ങോട്ട് പടയെന്ന് പറഞ്ഞിട്ട് ഇടിഞ്ഞു പൊടിഞ്ഞു. പേടിച്ചു പോയി കാണാൻ പെട്ടെന്നല്ലേ? പേടിച്ചു പോയി. ഞാൻ പെട്ടെന്ന് ഇതായിപ്പോയി. ഇങ്ങനെ എന്ത് സംഭവിക്കുമ്പോ ഇതാക്കുമ്പോ ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് വേണ്ടേ. ഫ്ളാറ്റിന്റെ ശോച്യാവസ്ഥ ന്യൂസ് 18 പുറത്തു വന്നതോടെ കോഴിക്കോട് മേയർ ഫ്ളാറ്റ് സന്ദർശിച്ചിരുന്നു. സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നും മേയർ പറഞ്ഞിരുന്നു. എന്നാൽ ഇടിഞ്ഞു വീഴുന്ന ഫ്ളാറ്റിൽ നിന്ന് താമസക്കാരെ മാറ്റാനുള്ള നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണമെന്നാണ് ആവശ്യം. സാമ്പത്തികമായി താഴെത്തട്ടിലുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക താമസ സൗകര്യം കോർപ്പറേഷൻ ഇടപെട്ട് ഒരുക്കണമെന്നും താമസക്കാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കോഴിക്കോട്. എന്താണെങ്കിലും വെടിഞ്ഞത്തേക്കുള്ള കാഴ്ചകളാണ് നമ്മൾ ഇനിയും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ആ മണിക്കൂറുകളിലേക്ക് എത്തുകയാണ്. സാൻ ഫെർണാണ്ടോ അല്പസമയത്തിനകം തന്നെ വിഴിഞ്ഞത്തെ പുലിമുട്ടുകളിലേക്ക് തുറമുഖത്തോട് ചേർന്നെത്തും, ആ ബർത്തിലേക്ക് എത്തും. എന്താണെങ്കിലും വലിയ വലിയ അമ്പരപ്പിക്കുന്ന വളർച്ച ഈ രാജ്യത്തിന് തന്നെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു തുറമുഖമായി ഇത് മാറുമെന്നുള്ളതാണ്. ഓക്കെ, ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോപ്പ അമേരിക്കയിൽ കൊളംബിയ ഫൈനലിലെത്തി എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ അർജന്റീന ഇന്നലെ ഫൈനലിലേക്ക് എത്തിയിരുന്നു. ഇന്ന് കൊളംബിയയും ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ഉറുഗ്വയെ പരാജയപ്പെടുത്തിയാണ് കൊളംബിയയുടെ ഫൈനൽ പ്രവേശം. അപ്പോൾ അർജന്റീനയുടെ എതിരാളി അങ്ങനെ കൊളംബിയാണ് എന്നുള്ള തരത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. എതിരില്ലാത്ത ഒറ്റ ഗോളിനാണ് ഉറുഗ്വയെ തോൽപ്പിച്ചത്. ഒരുപക്ഷെ ഉറുഗ്വേ മികച്ച ഫോമിൽ കളിച്ച സംഘമായിരുന്നു. ഉറുഗ്വയെ പരാജയപ്പെടുത്തുമ്പോൾ അത് ലർമയുടെ ഗോളാണ്. 39-ാം മിനിറ്റിൽ ലർമയുടെ ഗോൾ അങ്ങനെ കൊളംബിയ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കാഴ്ച. അർജന്റീനയ്ക്ക് കൊളംബിയ എതിരാളികളാകും. ഉറുഗ്വയെ ഒറ്റ ഗോളിനാണ് തകർത്തത്. 39-ാം മിനിറ്റിലായിരുന്നു ആ ഗോള്. ജെഫേഴ്സൺ ലർമ കൊളംബിയയ്ക്ക് വേണ്ടി സ്കോർ ചെയ്തു. 45-ാം മിനിറ്റിൽ ഡാനിയൽ മുനോസ് ചുവപ്പ് കാർഡ് പുറത്തായതോടെ കൊളംബിയ 10 പേരായി ചുരുങ്ങിയിരുന്നുവെങ്കിലും ഗോൾ മടക്കാൻ ഉറുഗ്വയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ 23 വർഷത്തിന് ശേഷം കൊളംബിയ കോപ്പ അമേരിക്കയുടെ ഫൈനലിലെത്തി എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു സമയം. എന്താണെങ്കിലും അർജന്റീനയ്ക്ക് കൊളംബിയ ആയിരിക്കും എതിരാളി. കാത്തിരിക്കാം അർജന്റീന കൊളംബിയ ഫൈനലിനായി. ലയണൽ മെസ്സി വീണ്ടും കിരീടം ഉയർത്തുമോ എന്നുള്ളതൊക്കെയാണ് ആരാധകരുടെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ വിഴിഞ്ഞത്തെ കാഴ്ചകളിലാണ് നമ്മൾ തുടങ്ങിയത്. വിഴിഞ്ഞത്തിലെ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ വരും മണിക്കൂറുകളിലും വരാൻ പോകുന്നത്. വിഴിഞ്ഞം അത് പൂർണ്ണമായിട്ടും ഒരുങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ സാൻ ഫെർണാണ്ടോ ഷിപ്പിനെ നമുക്ക് ഇരു കൈയും ചേർത്ത് സ്വീകരിക്കാം. നമ്മുടെ തീരത്തേക്ക്
കാരണം നമ്മുടെ വളർച്ചയ്ക്ക് വലിയ പ്രചോദനം നൽകാൻ പോകുന്ന ഒരു നന്ദി ഇടുകയാണ് ഈ ദിനത്തിൽ ജൂലൈയിൽ സാൻ ഫെർണാണ്ടോ എന്ന ഷിപ്പിന്റെ ട്രയൽ റൺ വഴി. നാളെയാണ് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം. എന്തായാലും മോർണിംഗ് ഷോയുടെ സമയം ഇവിടെ പൂർത്തിയാവുന്നതുകൊണ്ടാണ് തൽക്കാലം അവസാനിപ്പിക്കുന്നത്. നാളെ വീണ്ടും കാണാം. ഇതിനിടയിൽ ഇപ്പോൾ വാട്ടർ സല്യൂട്ട് നടക്കുകയാണ് സാൻ ഫെർണാണ്ടോ ആ ബർത്തിലേക്ക് എത്തുന്നു. അവിടെ വാട്ടർ സല്യൂട്ട് നടക്കുന്നു ആ ഭീമൻ ഷിപ്പിന് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയും. നമുക്ക് എന്തായാലും ആ കാഴ്ചകളിലേക്കൊക്കെ എത്താം വരും മണിക്കൂറുകളിൽ, വരും സമയങ്ങളിൽ. മോർണിംഗ് വൈബ്സ് ഇവിടെ പൂർത്തിയാകുന്നു. നമസ്കാരം. അതാണ്